നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. തമിഴക രാഷ്ട്രീയത്തിൽ പെണ്ണെന്ന ഒരു പ്രധാന ഘടകമായിരുന്നു, അല്ലെങ്കിൽ ഒരു വിഷയമായിരുന്നു. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ കൊടുക്കാൻ വിജയ് ഉപയോഗിച്ചതും പെൺവിഷയമാണ്. കാവേരി നദീജല തർക്ക വിഷയത്തിൽ തഞ്ചാവൂരിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ മുഖ്യമന്ത്രി വിജയുടെ കാമുകിയായ ഒരു നടിയെപ്പറ്റി ദ്വയാർത്ഥത്തിലെന്തോ ഉദയനിധി സ്റ്റാലിൻ സംസാരിച്ചു. പ്രസംഗത്തിനിടെ കയ്യടി കിട്ടാൻ വേണ്ടിയാണ്. വിജയുടെ കുടുംബജീവിതം തകർത്തതിലും ഭാര്യ വിവാഹമോചന കേസ് കൊടുത്തിരിക്കുന്നതിലുമൊക്കെ ഈ നടിയാണ് എന്നത് തമിഴിന് നന്നായിട്ടറിയാം. പിന്നെ എന്താണെന്ന് ചോദിച്ചാൽ, തമിഴർക്ക് ഈ ചിന്ന വീട് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ പുതുമയുള്ളൊരു കാര്യമല്ല. ഇല്ലാത്തവനാണ് ചിന്ന വീട് സെറ്റപ്പ് ഇല്ലാത്തവനാണ് എന്തോ തകരാറുണ്ടെന്ന് തോന്നണേ. ഉദയനിധിയുടെ അച്ഛന് ചിന്ന വീട് ഇല്ലായിരുന്നു എങ്കിലും അപ്പൂപ്പന് ഒന്നിലധികം സെറ്റപ്പുകൾ ഉള്ളത് പരസ്യമാണല്ലോ. ഇപ്പം സ്റ്റാലിൻ്റെ അമ്മയല്ലല്ലോ കനിമൊഴിയുടെ അമ്മ. അപ്പോൾ അപ്പൂപ്പന് സെറ്റപ്പുകളുണ്ടായിരുന്നു. എന്തായാലും ഉദയനിധി സ്റ്റാലിനെ പിടിച്ചോണ്ട് പോയി പോലീസ്. What was my statement? I didn't name anybody. I didn't talk in any bad taste. The protest was ஃப்ரீயா விடுங்க. அந்த டிராஃபிக் ஜாம் ஆயிடுச்சு. ஃப்ரீயா விடுங்க. பிரஸ் பார்க்கறோம். நான் பாத்துக்கறேன். Yeah, I'm ready to face the consequences. I'm not afraid of all these arrests and all. We are ready to face the consequences. I don't think they have so much brain. These people are just a bunch of idiots. So I will face the consequence. സാറേ, നിങ്ങളുടെ പേരിലൊരു കേസുണ്ട്. തഞ്ചാവൂർ വന്ന് ഒരു മൊഴി തരണം എന്ന് പറഞ്ഞാൽ ഒരു ഗുമ്മുണ്ടാവില്ലല്ലോ. മുൻകൂർ ജാമ്യ ഹർജി ഉദയനിധി സ്റ്റാലിൻ കൊടുത്തിട്ടും പിടിച്ചോണ്ട് പോയി രാത്രി ജാമ്യത്തിൽ വിട്ടു. വല്ല കാര്യമുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്ക്. തഞ്ചാവൂരിൽ നിന്നും ജാമ്യം കിട്ടി പുറപ്പെടുമ്പോഴും രാത്രി 11:30 മണി കഴിഞ്ഞ് ചെന്നൈ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴും വലിയ, അതായത് നമ്മൾ പ്രതീക്ഷിക്കാത്ത അത്രയും DMK-കാരും പത്രക്കാരും ക്യാമറാമാനും എല്ലാം കൂടി തിരക്കോട് തിരക്കായിരുന്നു ഉദയനിധിയുടെ ചുറ്റിന്. വലിയ ജനസഞ്ചയമായിരുന്നു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതിൻ്റെ പിറ്റേന്ന് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ സഭയിൽ ഉദയനിധി ഉണ്ടാകാതിരിക്കാൻ കളിച്ച കളിയാണെന്നാണ് DMK പറയുന്നത്. നമ്മുടെ പിണറായിയെ പോലെ ഞാൻ പെണ്ണുങ്ങൾക്കൊപ്പം എന്ന് കാട്ടാനുള്ള വ്യഗ്രതയിൽ ചെയ്ത ബുദ്ധിമോശമാണ് വിജയ് നടത്തിയതെന്ന് ഞാൻ പറയും. ഉദയനിധി കുളിക്കുകയാണെന്നും 10 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ എന്നും ഉദയനിധിയുടെ ഭാര്യ കൃതിക പറഞ്ഞിട്ടും മുൻ മന്ത്രി M. സുബ്രഹ്മണ്യം പറഞ്ഞിട്ടും 8 മണിക്കൂർ സമയം വേണം തഞ്ചാവൂരിലെത്താൻ, ഇനിയും കാത്തു നിൽക്കാനാവില്ല എന്നൊക്കെ പറഞ്ഞ് പോലീസ് ആളാവുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഉദയനിധി സ്റ്റാലിൻ്റെ വീട്ടിലൊക്കെ ക്യാമറ ഉണ്ടല്ലോ, അതിൽ നിന്ന് അവർ വിഷ്വൽ പുറത്തു വിട്ടിട്ടുണ്ട്, പോലീസുകാർമാർ റൈസ് ചെയ്യുന്നത്. മറ്റന്നാൾ ഇവൻ മുഖ്യമന്ത്രിയാവും. ഇതേ പോലീസുകാരനെ അപ്പോൾ വിജയം പിടിക്കാനും ഇതുപോലെ തന്നെ പോകുമായിരിക്കും. ഭരണമാറ്റം വന്നാൽ എതിരാളികളെ കൊടുക്കുന്ന രീതി തമിഴകത്തെ സ്ഥിരം നാടകമാണ്. വിജയും അത് തുടരുന്നു എന്ന് പറയാം. വയസ്സാകാലത്ത് ഒരു പെണ്ണുകൂടി കെട്ടിയ EV രാമസ്വാമി നായ്ക്കരോട് ഇടഞ്ഞാണ് അണ്ണാദുരെ DMK ഉണ്ടാക്കുന്നത്. അത് ഒരു പെൺവിഷയമാണല്ലോ. വയസ്സുകാലത്ത് എഴിച്ചിരിക്കാൻ 2 പേരെ സഹായം വേണ്ട കാലത്ത് ഒരു പെണ്ണിനെ കെട്ടിയപ്പോൾ അതിൽ ഉടക്കിയിട്ടാണ് അണ്ണാദുരെ DMK ഉണ്ടാക്കുന്നത്. 1996 ഡിസംബർ 7 കരുണാനിധി അഴിമതി ആരോപണം ഉന്നയിച്ച് ജയലളിതയെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി. കൂട്ടത്തിൽ ഒറ്റയ്ക്ക് കിടക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തോഴി ശശികലയും പിടിച്ചോണ്ട് പോയി. 1997 ജനുവരി 3 അവർക്ക് പിന്നെ ജാമ്യം കിട്ടുന്നത്. 27 ദിവസം ജയലളിതയെയും ശശികലയെയും അകത്തിട്ടു. പകരം
ജയലളിത ചെയ്തത് 2001 ജൂൺ 30 കരുണാനിധിയെയും മരുമകൻ മുരശലി മാരനെയും മന്ത്രി TR ബാലുവിനെയും പിടിച്ച് അകത്തിട്ടു. മൈലാപ്പൂരിലെ കരുണാനിധിയുടെ വസതിയിൽ പാതിരാത്രി 1:30 പോലീസ് സംഘം ഇരച്ച് കയറി. ഫോണൊക്കെ ബ്ലോക്ക് ചെയ്ത് കട്ട് ചെയ്തു. 77 വയസ്സുകാരനായ കരുണാനിധിയെ വലിച്ചഴച്ച് 1ാമത്തെ നിലയിൽ നിന്നും താഴെ കൊണ്ടുവന്നു. മുരശലി മാരൻ മകൻ കലാനിധി മാരൻ നടത്തുന്ന സൺ TVയിൽ ഈ വിഷ്വൽ ഒരു ദിവസം മുഴുവൻ കാണിച്ച് ദേശീയ ശ്രദ്ധ നേടി. കാപ്പാത്തുങ്കോ എന്ന് ഡബ് ചെയ്തു എന്നാണ് പറയണത്. കരുണാനിധിയുടെ ശബ്ദം ഡബ് ചെയ്തു. എന്നാൽ ബദ്ധവൈരികളായ MGRO കരുണാനിധിയുടെ മകൻ സ്റ്റാലിനോ ഇത്തരം ഹീനമായ നീക്കങ്ങൾ എതിരാളികൾക്ക് നേരെ ഒരിക്കലും ചെയ്തിട്ടില്ല. DMKയും AIDMKയും തോൽപ്പിച്ച് വിജയിച്ച വിജയ് സർക്കാർ താൻ കരുണാനിധിയുടെയും ജയലളിതയുടെയും മാതൃക പിന്തുടരും എന്ന് സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതിലൂടെ തെളിയിച്ചു. മുഖ്യമന്ത്രിയെ കാത്ത് 40 കഴിഞ്ഞ കാമുകി വിവാഹം കഴിക്കാതിരിക്കുന്നു എന്നത് ഒരു സത്യം. പ്രസംഗിക്കുമ്പോൾ ദ്വയാർത്ഥം വരാതെ ഇനി സംസാരിക്കാനും ആകണം എന്ന് ഉദയനിധി ഈ അറസ്റ്റിലൂടെ പഠിച്ചിരിക്കാം. എന്തായാലും സ്റ്റാലിൻ അപാരമായ ബുദ്ധിയുള്ള ആളാണല്ലോ. ഇതൊക്കെ നോക്കി മിണ്ടാതിരിക്കുകയാണ്. ഒന്നിലും അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല. നമസ്കാരം. പുതിയൊരു വാരഫലത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. സിനിമയിലെത്തിക്കഴിഞ്ഞ ഒരാൾ നനച്ചിരിക്കാതെ ആയിരിക്കും വന്ന് പെട്ടതെന്ന് വെച്ചോളൂ. ക്ലിക്കായി. പേരും പ്രശസ്തിയും പണവും കുവിഞ്ഞുകൂടി. ബുദ്ധിയുള്ള ഒരാളും ചിന്തിക്കില്ല ഇതൊക്കെ ഞാൻ ചാകുന്നത് വരെ നിലനിൽക്കുമെന്ന്. അപ്പോൾ എന്തു ചെയ്യും? ശിഷ്ടകാലം അവസരങ്ങളൊന്നുമില്ലെങ്കിലും ഭംഗിയായി ജീവിക്കാൻ വേണ്ടുന്നത് സമ്പാദിച്ചു കൂട്ടും. വേറെ ചിലർ എന്നും ഇതൊക്കെ ഉണ്ടാകും എന്ന് കരുതി ദീപാവലി അടിച്ച് കിട്ടിയ കാശിനെ മുഴുവൻ അങ്ങ് തീർക്കും. നനച്ചിരിക്കാതെ പെട്ടെന്ന് അവസരങ്ങൾ തീരെ ഇല്ലാതെയാകുമ്പോൾ തെണ്ടാൻ തുടങ്ങും. മലയാളത്തിൻ്റെ പ്രശസ്തനായ ഒരു നടൻ ചാരായ ഷാപ്പിൻ്റെ മുന്നിൽ നിന്നിട്ട് അതിരാവിലെ വന്ന് നിൽക്കും ചാരായ ഷാപ്പിൻ്റെ മുന്നിൽ. എന്നിട്ട് ഷാപ്പിൽ നിന്നും കുടിച്ചിട്ട് ഇറങ്ങി വരുന്നവരോട് കൈ നീട്ടി യാചിച്ച് കിട്ടുന്ന ചില്ലറ കാശുകൾ സ്വരുക്കൂട്ടി ചാരായം വാങ്ങി കുടിച്ച് ഒരുപാട് കാലം ജീവിച്ചിട്ടുണ്ട്. കുരുവി കൂട് വയ്ക്കും പോലെ കിട്ടുന്ന തുക കളയാതെ ഭാര്യയ്ക്കും മക്കൾക്കുമായി കരുതി വച്ച് ഒരു നാൾ ടബയെന്ന് പോയാലും കുടുംബം ഭംഗിയായി ജീവിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നടൻ സുകുമാരൻ അത്തരക്കാരനായിരുന്നു. മക്കൾ അവരവരുടെ കാര്യം നോക്കിപ്പോയാലും എൻ്റെ ഭാര്യ മല്ലിക ആരുടെ മുന്നിലും മക്കളുടെ മുന്നിൽ പോലും കൈ നീട്ടേണ്ടി വരില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം സമ്പാദിച്ചിട്ട് പോയി. അച്ഛൻ ആനപ്പുറത്തിരുന്നു എന്ന് കരുതി മക്കളുടെ പ്രശ്നത്തിൽ തഴമ്പുണ്ടാകാൻ ഒരു ഇടയുമില്ല. മക്കൾ ആനക്കാരാവണം എങ്കിലേ തഴമ്പുണ്ടാവും. ഇവിടെ മിക്ക സിനിമാക്കാരികളുടെയും കഥ എടുത്തു നോക്കൂ. അവരുടെ ഭർത്താവോ മക്കളോ ജോലിക്ക് പോവേയില്ല. ഈ നടിയെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഭാര്യയെ കൊണ്ട് ഈ അമ്മയെ കൊണ്ട് കാലം കഴിക്കും. കൊച്ചിയിലെ ഒരു നടി ചവിട്ട് നാടകക്കാരിയായിരുന്നു. ദൈവഭാഗ്യം കൊണ്ട് യാദൃച്ഛ്യമായി സീരിയലിലും സിനിമയിലുമൊക്കെ വന്ന് വിട്ട് ക്ലിക്കായി. വണ്ടിയൊന്നുമില്ല ചേച്ചി, ഒരു ഓട്ടോ പിടിച്ച് വരുമോ എന്ന് കേട്ടാൽ നിൻ്റെ തള്ളയെ വിളിച്ചുകൊണ്ട് പോടാന്ന് പറയുന്ന രീതിയിലേക്ക് ആ തള്ള വളർന്നു. അമ്മ സംഘടന ഈ അമ്മ നടിക്ക് ഒരു വീട് നൽകി. ഒന്നും മടിക്കാതെ ആ വീട് അവർ മൂത്ത മകന് കൊടുത്തു. എന്നിട്ട് ഏതെങ്കിലും ക്യാമറ ഇവരെ അഭിമുഖം എടുക്കാനോ എന്തെങ്കിലും വന്നാൽ ടാർപോളിൻ വലിച്ചു കെട്ടി എപ്പോൾ വേണോ വീഴാവുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു കൂരയ്ക്ക് താഴെ നിന്ന് ഈ തള്ളക്കരയും.
വീടില്ല എന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. എന്തിനാണെന്നാ? രണ്ടാമത്തെ മകന് കൊടുക്കാൻ. മക്കൾക്ക് എന്താ പണി എന്ന് ചോദിച്ചാൽ അമ്മ സിനിമാ നടി എന്ന് പറയും. അല്ല, അതല്ല ചോദിച്ചത്, നിങ്ങൾക്ക് എന്താ പണി എന്ന് വെച്ചാൽ അതേ അമ്മ സിനിമാ നടിയാണ്. 100 രൂപ ചവിട്ട് നാടകത്തിന് വാങ്ങിയിരുന്ന തള്ള ദിവസം 10,000 വാങ്ങി കാളകളായ ആൺമക്കൾക്ക് വെള്ളമടിക്കാൻ വീതിച്ചു കൊടുക്കും. എന്നിട്ട് എനിക്ക് ഹാർട്ടിന് ദീനമാണ്, 10 പൈസയില്ല, ആരും സഹായിക്കുന്നില്ല എന്നൊക്കെ ഒരു നാണവും ഇല്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് മോങ്ങും. ഇതൊക്കെ ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ, എനിക്ക് പ്രിയപ്പെട്ട സോമേട്ടൻ്റെ വീടിൻ്റെ ഒരു പ്രോഗ്രാം എനിക്കൊരാൾ അയച്ചു തന്നിട്ട് പറയുക, അമ്മയുടെ ആദ്യ പ്രസിഡൻ്റ് അല്ലേ സാറേ, ആ കുടുംബം ഇപ്പോൾ പായസം വിറ്റാണ് ജീവിക്കുന്നത്. എന്ത് പറയാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്ക്. സോമേട്ടനും സുജാത ചേച്ചിക്കും 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. മോളെ സോമേട്ടൻ തന്നെ പോലെ തന്നെ ഒരു എയർഫോഴ്സുകാരൻ്റെ കൂടെ കെട്ടിച്ചയച്ചു. നല്ല നിലയിൽ കഴിയുന്നു, ഉയർന്ന ഉദ്യോഗസ്ഥനായി അന്തസ്സായിട്ട് അവർ കഴിയുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് ആറ്റുകാലിനടുത്താണ് ആ കുട്ടിയെ കൊണ്ടുവന്നത്, സോമേട്ടൻ്റെ മോളെ കൊണ്ടുവന്നത്. സോമേട്ടൻ താരമായിരുന്നപ്പോൾ നല്ല തിരക്കിൽ നിൽക്കുമ്പോൾ തന്നെ ഭാര്യ സ്വന്തം കാലിൽ നിൽക്കാനായി പഠിച്ച വനിതയായിരുന്നു, മിടുക്കിയായിരുന്നു. ഭദ്ര സ്പൈസസ് എന്ന കറിപ്പൊടികളുണ്ടാക്കി വിൽക്കുന്ന ഒരു സ്ഥാപനം നന്നായവർ തുടങ്ങുകയും ഇപ്പോഴും അത് ഭംഗിയായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യുന്നു. അവർ പറയുന്നത് സോമേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ശൂന്യതയല്ലേ വീട്ടിൽ. എനിക്ക് സോമേട്ടൻ പോയതും ആലോചിച്ചുകൊണ്ടിരിക്കാനൊന്നും നേരമില്ല, അതുകൊണ്ടാണ് ഞാനിത് തുടങ്ങിയത്. അത് വലിയ സക്സസ്സായി. മകൻ സജി സോമനെ രക്ഷപ്പെടുത്താൻ പഠിച്ചപടി 18 നോക്കിയ ആളാണ് സോമേട്ടൻ. എന്നോട് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. സോമേട്ടൻ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയും, അവനെ ലാളിച്ചത് ഇത്തിരി കൂടിപ്പോയാടാ എന്ന് പറയും. നടനാക്കാൻ നോക്കി, പുറത്തയച്ചു നോക്കി. ചിലരങ്ങനെയാണ്, നമ്മൾ വിചാരിക്കുന്ന തലത്തിലെത്തില്ല. ചാക്കോ മാഷ് വിചാരിച്ചിട്ട് ആടുതോമയെ നന്നാക്കാൻ പറ്റുമോ? അതുപോലെയാണ് ജീവിതമല്ലേ. സജിക്ക് അനുഭവങ്ങൾ നൽകിയത് നല്ല പാഠങ്ങളായിരിക്കാം. ഇപ്പോൾ എന്തോ സജിക്കൊരു പക്വത വന്ന പോലെ എന്നെ നിഷാദ് ചെയ്ത പടത്തിലൊരു പള്ളിയിൽ അച്ഛനായിട്ട് ഇപ്പോൾ ഞാൻ പ്രിവ്യൂവിന് പോയി ഇപ്പോൾ കണ്ടു. മുഖ്യമന്ത്രിയും ഞാനും ഒക്കെ പോയി കണ്ട ഒരു പടമുണ്ട്. അയാൾ തിരുവല്ലയിലെ കുടുംബ വീട്ടിൽ എന്താ പറയുക, ഒരു പായസക്കട തുടങ്ങി. ശരിക്കും അയാളല്ല തുടങ്ങി, അയാളുടെ ഭാര്യയാണ് തുടങ്ങിയത്. അടുത്ത വീടുകളിലും പരിചയക്കാർക്കുമൊക്കെ ആദ്യം പായസം ഉണ്ടാക്കി ചെറിയ കച്ചവടം തുടങ്ങി. അതിപ്പോൾ വലിയ കടയായി മാറി. അതുവഴി പോകുമ്പോൾ ഒരിക്കൽ അവിടെ ഇറങ്ങി പായസം കുടിക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പലപ്പോഴും സിന്ധുവിൻ്റെ പറയുന്നത്, ഇനി നമുക്ക് സോമേട്ടൻ്റെ മകൻ്റെ പായസക്കടയിൽ കയറി പായസം കുടിക്കണമെന്ന്. ഈ ഞാൻ കണ്ട പ്രോഗ്രാമിൽ പറയുന്നത്, പാവം MG സോമൻ്റെ കുടുംബം പായസം വിറ്റ് ജീവിക്കുന്നു എന്ന ടോണിലാണ്. പായസം വിൽക്കലോ സ്വന്തമായി ജോലി ചെയ്യുന്നതോ മോശം കാര്യമായിട്ടാണ് അവർ പറയുന്നതെന്ന് എനിക്ക് തോന്നി. അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നത് തന്നെയാണ് സോമേട്ടനോട് സജിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സ്നേഹം. അതയാൾ തുടരട്ടെ. സോമേട്ടൻ അഭിനയിച്ച സിനിമകൾ, പാട്ടുകൾ ഒക്കെ TV-യിൽ വരുമ്പോൾ കാണാറ് പോലും ഇല്ല എന്നാണ് സുജാത ചേച്ചി പറയുന്നത്. വീണ്ടും ആ ഓർമ്മകളിൽ പഴയ കാലം വന്ന് വേദനിപ്പിക്കാതിരിക്കാനാണ് അവർ കാണാത്തത്. അവരെയാണ് ഒരു കോലം പിടിച്ചുകൊണ്ട് ചെന്നിട്ട് ഇളക്കുന്നത്. അവർ നന്നായിട്ട് ഭദ്ര സ്പൈസസും പായസക്കടയും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് ജീവിക്കട്ടെന്നേ. എന്തിനാണ് ഈ കോലം പിടിച്ചുകൊണ്ട് ചെന്നിട്ട് സോമൻ്റെ കുടുംബം പായസം പറ്റി ജീവിക്കുന്നു എന്നുള്ള കള്ള പ്രോഗ്രാം ഉണ്ടാക്കുന്നത്? ഉണ്ടിരിക്കുമ്പോഴേ ഉൾവിളി വന്നതുപോലെ കേരളത്തിൻ്റെ സിനിമാ മന്ത്രി PC വിശ്വനാഥിന് തോന്നി, കഴക്കൂട്ടത്ത് കിൻഫ്ര വരെ ഒന്ന് പോയാലോ. എന്തിനു പോകുന്നു എന്ന് ചോദ്യമില്ലല്ലോ. മുഖ്യൻ മേനോന് ഹെലികോപ്റ്റർ എടുത്ത് കറങ്ങാമെങ്കിൽ ഞാൻ കാറിലൊന്ന് കറങ്ങണ്ടേ എന്ന് ചെറുപ്പക്കാരനായ PC വിശ്വനാഥിന് തോന്നുക സ്വാഭാവികം. നേരെ കഴക്കൂട്ടം കിൻഫ്ര ഫിലിം ആൻഡ് വീഡിയോ പാർക്കിലെ ചലച്ചിത്ര അക്കാദമിയിലെ മുന്നിലേക്ക് കാർ പോയി നിന്നു. സിനിമാ മന്ത്രിയല്ലേ. ചലച്ചിത്ര അക്കാദമിയുടെ കെട്ടിടത്തിൻ്റെ 2ാം നിലയിൽ എക്സിബിഷൻ ഹാൾ പണിതിട്ടുണ്ട്. അതിന് ഷാജി N. കരുണിൻ്റെ പേര് വിളിക്കാം
എന്ന് ആദ്യം അങ്ങ് പ്രഖ്യാപിച്ചു. സത്യമാഷിൻ്റെ പേരിലാണ് അക്കാഡമി കെട്ടിട സമുച്ചയം. അതിൽ ഒരു ഹാളിന് ഷാജി എൻ കരുണിൻ്റെ പേര് വിളിക്കാമെന്ന് മന്ത്രി അങ്ങ് തീരുമാനിച്ചു. ഇനി നാളെ താഴത്തെ ഹാളിനൊരു പേര്, ടോയ്ലറ്റിനൊരു പേര്, അടുക്കളയ്ക്കൊരു പേര്, മുറ്റത്തിനൊരു പേര്, ബാൽക്കണിക്കൊരു പേര്, പ്രതിഭകളുടെ പേര് ഇങ്ങനെ ഓരോന്നിനായിട്ട് വിളിക്കുമായിരിക്കും. ടോയ്ലറ്റിനൊന്നും കയറി പേരിട്ടുള്ളായിരുന്നു പ്രതിഭകളുടെ. ഇപ്പോൾ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ മിനി തിയേറ്ററിൻ്റെ പേര് രാമു കാര്യാട്ട് 2K സ്ക്രീൻ എന്നാണ്. രാമു കാര്യാട്ടിൻ്റെ സംവിധാനത്തിൽ അഭിനയിച്ച നടൻ്റെ പേരിലുള്ള കെട്ടിടത്തിൽ ഒരു മിനി തിയേറ്ററിന് മലയാളിക്കല്ല, ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ കൊണ്ടുവന്ന രാമു കാര്യാട്ടിൻ്റെ പേരിടുന്നത് തന്നെ ബോറാണ്. സത്യമാഷ് രാമു കാര്യാട്ടിൻ്റെ ചെമ്മീൻ അടക്കമുള്ള സിനിമകളിൽ അഭിനയിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു വലിയ കെട്ടിട സമുച്ചയത്തിൽ ഒരു ഹാളിന് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിത്തന്ന രാമു കാര്യാട്ടിൻ്റെ പേര്. ആദ്യം ചെയ്ത സിനിമയ്ക്ക് തന്നെ രാഷ്ട്രപതിയുടെ വെള്ളി മെഡലും നേടിയ കാര്യാട്ടും ഭാസ്കരൻ മാഷും ചേർന്നാണല്ലോ നീലക്കുയിലി ചെയ്തത്. മരിച്ചവരെ ആദരിക്കുന്നത് അവരെ കളിയാക്കുന്ന വിധമാകരുത് മന്ത്രി എന്നാണ് എനിക്ക് പറയാനുള്ളത്. തൻ്റെ ആദ്യ സിനിമ കൊണ്ട് ലോക സിനിമാ ഭൂപടത്തിൽ അറിയപ്പെടാനായ ഷാജി എൻ കരുണിന് സത്യൻ്റെ പേരിലുള്ള കെട്ടിടത്തിൽ എക്സിബിഷൻ ഹാളിൻ്റെ പേരിടുന്നത് പരമ ബോറാണ് മന്ത്രി എന്ന് ഞാൻ പറയും. പരമ ബോറാണ്. നിങ്ങളിപ്പോൾ ചിത്രാഞ്ജലിയിൽ കോടിക്കണക്കിന് രൂപ മുടക്കി ഷാജി എൻ കരുൺ പകുതിയാക്കി ഇട്ടിട്ട് പോയ കെട്ടിട സമുച്ചയങ്ങളെല്ലാം പണിത് തീരാറായല്ലോ, അവിടെ ഒരു പേരിടൂ. അതിന് പകരം സത്യമാഷിൻ്റെ പേരിലുള്ള ഒരു സ്മാരകത്തിൽ ഒരു ഹാളിന് അല്ലെങ്കിൽ ഒരു മിനി തിയേറ്ററിന് ഒരു വലിയ മനുഷ്യൻ്റെ പേരിടുന്നത് അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറയും. കാക്കയ്ക്ക് തൂറാൻ പ്രതിമയുണ്ടാക്കുന്നതിനേക്കാൾ മോശമാണ് ഇത്തരം പേര് വിളിക്കലെന്ന് ഇനി എന്നാണ് മന്ത്രി PC വിശ്വനാഥ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇന്ദിരാഭവൻ്റെ കാർ പാർക്കിന് ജവഹർലാൽ നെഹ്റു കാർ പാർക്ക് എന്നിടുന്ന പോലുള്ള നാറിയ പടിയാണ് ഇതെന്ന് ഞാൻ പറയും. കേരളത്തിലെ ചലച്ചിത്ര അക്കാദമി ഇന്ത്യയിൽ തന്നെ വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന സ്ഥാപനമാണത്രേ. പുള്ളി കണ്ടുപിടിച്ച് പറഞ്ഞു. സജി ചെറിയാൻ നമ്മളെ രഞ്ജിത്തിനെ കേസിൽപ്പെട്ടപ്പോൾ പറഞ്ഞ പോലെ ലോകത്തറിയപ്പെടുന്ന 10 സംവിധായകരെടുത്താൽ അതിലൊന്ന് രഞ്ജിത്താണെന്ന് പറഞ്ഞതുപോലെ അടിക്കുകയാണ്. ഈ PC വിശ്വനാഥ് എന്തറിഞ്ഞുകൊണ്ടാണ് പറയണേ? ഇന്ത്യയിലെ മറ്റ് ചലച്ചിത്ര അക്കാദമികളെക്കാൾ അല്ലെങ്കിൽ ഫിലിം ഫെസ്റ്റിവലുകളെക്കാൾ ഭയങ്കരമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് എന്തടിസ്ഥാനത്തിൽ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലായി. രാഷ്ട്രീയക്കാരൻ്റെ വർത്തമാനമാണിതൊക്കെ. ഒരു നാഥനില്ലാതായിട്ട്, ചലച്ചിത്ര അക്കാദമിക്ക് ഒരു ചെയർമാൻ ഇല്ലാതായിട്ട് മാസം 3 ഫിലിം ഫെസ്റ്റിവലാണെങ്കിൽ ഇങ്ങ് അടുത്തെത്താറായി. കാരണം ഇപ്പോൾ ആഗസ്റ്റ് ആയില്ലേ, ഡിസംബറിൽ ഫിലിം ഫെസ്റ്റിവലാണല്ലോ. ദൈനംദിന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ യാതൊരു അനിശ്ചിതത്വവും അവിടെ വന്നിട്ടില്ല, അക്കാദമിയിൽ വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം ന്യായീകരിക്കുന്നത്. ദൈനംദിന കാര്യങ്ങൾ എന്തൊക്കെയാണ്? 10 മണിക്ക് ചായയും വടയും, ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവരാത്തവർക്ക് ക്യാൻറ്റീനിൽ നിന്ന് ഊണ്, പിന്നെ ഉറക്കം, എണീക്കുമ്പോൾ ചായ. ചലച്ചിത്ര അക്കാദമിയിൽ പാവം ചെവിക്ക് കേൾവിക്കുറവുള്ള ഒരു ചേച്ചി ഉള്ളതിനാൽ അതൊക്കെ തെറ്റാതെ നടക്കും. അത് മതിയോ മന്ത്രി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, മന്ത്രി അവിടെ ഒരു മലയും മറിച്ചിട്ടില്ല. ഒരു ബോർഡ് പോലും ഉണ്ടാക്കാത്ത മന്ത്രി പറയാണ് ചലച്ചിത്ര അക്കാദമിയിലെല്ലാം ക്ലീൻ 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 നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണേ. ഡിസംബർ 11-ാം തീയതി മുതൽ 18-ാം തീയതി വരെ 31ാമത് IFFK തിരുവനന്തപുരത്ത് തന്നെ നടക്കും എന്ന് മന്ത്രി പ്രഖ്യാപിച്ചു പറഞ്ഞു. തന്നെ നടക്കും എന്ന് പറഞ്ഞാൽ ഇതുവരെ നടന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ ഇവിടുന്ന് മാറ്റാനുള്ള എന്തൊക്കെയോ ആലോചനകൾ നടക്കുന്നു എന്നാണ് ഈ തന്നെ നടക്കും എന്ന് പറയുന്നത്. 2025 ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയെ രൂപീകരിച്ച് ഉടനെ സ്ക്രീനിങ് ആരംഭിക്കുമത്രേ. ആര് രൂപീകരിക്കും? മന്ത്രിക്ക് അവാർഡ് ജൂറിയെ നിശ്ചയിക്കാനുള്ള അവകാശമുണ്ടോ? ആര് രൂപീകരിക്കും? അത് അക്കാദമി ഭരണസമിതിയുടെ പണിയല്ലേ. അതിനെ ഭരണസമിതി രൂപീകരിക്കണ്ടേ? അതോ PC വിശ്വനാഥ് മന്ത്രി തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും ആകുമോ? എങ്കിൽ അത് പറ. ഞാൻ തന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനും ആകും, ഇവിടെ അടി നടക്കയില്ലേ എന്ന് പറ. അദ്ദേഹം ചലച്ചിത്ര ജൂറിയെ അങ്ങ് തീരുമാനിക്കുമെന്നാണ് പറയണേ. സഭയുടെ, ക്രിസ്ത്യൻ സഭയുടെ നല്ല പ്രഷറുണ്ട് ബ്ലസ്സിയെ അക്കാദമി ചെയർമാനാക്കാൻ എന്ന് ഒരു കരക്കമ്പി തലസ്ഥാനത്ത് പടരുന്നുണ്ട്. മതിലും ചാരി ഇരുന്ന് പെണ്ണും കൊണ്ടുപോയി എന്ന് പറഞ്ഞല്ലേ, ഇവിടുത്തെ അടിയും പിടി നടക്കുന്നിടത്തൊന്നും അക്കാദമിയുടെ ചെയർമാനാവാൻ ബ്ലസ്സിയുടെ മുഖം ഇല്ല. പക്ഷേ സഭ വഴി
അതിലേക്ക് തുരന്നു കയറാൻ ബ്ലസ്സി ശ്രമിക്കുന്നു എന്ന് പറയുന്നു. ശരിയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ജോയി മാത്യുവിനെയും ജോഷി മാത്യുവിനെയൊക്കെ എന്ത് ചെയ്യും എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പലരും പലതും പറയുന്നു. സാംസ്കാരിക മന്ത്രി ഇതൊന്നും അറിയുന്നില്ല. വന്ന വഴിക്കോ പോയ വഴിക്കോ അക്കാഡമിയിൽ കയറി 4 കാച്ചും കാച്ചി 2 അവിടുത്തെ സ്റ്റാഫുകൾ കൊടുത്ത 2 സ്വീകരണം മാച്ചിട്ടങ്ങ് പോയി. ഇതാണോ ഒരു സാംസ്കാരിക മന്ത്രി അല്ലെങ്കിൽ ഒരു സിനിമാ മന്ത്രി സിനിമാക്കാർക്ക് വേണ്ടി ചെയ്യുന്നത് എന്നാണ് എനിക്ക് 3 മാസമായിരുന്നേ നാഥനില്ലാതായിട്ട്. അത് സാംസ്കാരിക ക്ഷേമനിധിയാവട്ടെ, KSFDC ആവട്ടെ, ഭാരത് ഭവനാവട്ടെ, ചലച്ചിത്ര അക്കാദമി ആവട്ടെ, ഒരിടത്തും ഒരുത്തിനെ എടുത്തിട്ടില്ല. കാരണം 900 പേര് കതറൊടുപ്പ് ഇടിച്ച് നിൽക്കുകയാണ് ഇന്ദിരാഭവനിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലും വിഷ്ണുനാഥിൻ്റെ ഓഫീസിലും ഒക്കെ. ഇതിലൊരുത്തനെ എടുത്താൽ മറ്റവൻ തള്ളക്കി വിളിക്കും. ഇതിൽ ആരെ വേണമെന്നുള്ള വട്ടായിരിക്കുകയാണ്. അതാണ് പ്രശ്നം. അടുത്ത കഥ, ഏതർത്ഥത്തിൽ നോക്കിയാലും നമ്മുടെ മധുസാർ ഭാഗ്യവാനാണ്. എന്നും എൻ്റെ സൂപ്പർ സ്റ്റാറാണ് മധുസാർ. ജീവിതത്തിൽ ആദ്യം കണ്ട നടനും അദ്ദേഹമാണ്. ഒരു സിനിമാക്കാരന് ആദ്യമായി ഞാൻ കത്തെഴുതുന്നതും മധുസാറിനാണ്. പണ്ടേ ഞാൻ സ്വപ്നം കാണുന്ന ആളും മധുസാറാണ്. നമ്മൾക്ക് ഏറെ അടുപ്പമുള്ളവരെയാണല്ലോ നമ്മൾ സ്വപ്നം കാണുന്നത് എന്നാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഞാനല്ല, മമ്മൂട്ടി പറഞ്ഞതാണ്. മമ്മൂക്കയോട് ഞാൻ പറയട്ടെ, കുട്ടിക്കാലത്ത് അമ്മ എന്തിനോ എന്നെയും എൻ്റെ അനുജനെയും 2 കയ്യിൽ പിടിച്ച് കിഴക്കേക്കോട്ട റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ബാബ സ്റ്റുഡിയോയ്ക്കടുത്ത് മർഫി എന്ന് പറഞ്ഞ റേഡിയോ കമ്പനിയുടെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു. ആ മർഫി കമ്പനിയിലേക്ക് ഒരു ആജാനുബാഹുവായ ഒരാൾ കയറി പോകുന്നു. ഇന്നത്തെ മണ്ണൊന്നുമില്ല, നല്ല ഹൈറ്റുള്ള ഒരാൾ കയറി പോകുന്നു. അപ്പോൾ എന്നോട് അമ്മ പറഞ്ഞു, ആ പോകുന്നതാണ് സിനിമാ നടൻ മധു എന്ന്. ഞാനും ആദ്യമായി കണ്ട ഒരു സിനിമാ നടൻ മധുസാറാണ്. ഞാൻ സിനിമ കണ്ടു തുടങ്ങുന്ന കാലം മുതൽ സ്ക്രീനിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മഹാമേരുവാണ് മധുസാർ. നമ്മുടെയൊക്കെ ബാല്യ കൗമാരങ്ങളെയും യൗവനത്തെയും ത്രസിപ്പിച്ച് എത്രയെത്ര സിനിമകളാണ്, എത്രയെത്ര വേഷങ്ങളാണ് അദ്ദേഹം സമ്മാനിച്ചത് എന്നാണ് മോഹൻലാൽ മധുസാറിനെ കുറിച്ച് പറയുന്നത്. തീർച്ചയായും ഇരുവരും പറഞ്ഞതൊക്കെ ശരിയാണ്. നിറവുള്ളവനും അപാര ഹ്യൂമറുള്ള ആളുമാണ് മധുസാർ. ഞാൻ ആദ്യമായി സംവിധാന സഹായിയായ ഊഴത്തിലും ഞാൻ അവസാനമായി അസോസിയേറ്റ് ഡയറക്ടറായ അമ്മയ്ക്കൊരു താരാട്ടിലും മധുസാർ ഉണ്ടായിരുന്നു. അത് എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതാറ്. സാറ് പറയാറുള്ളത് തൻ്റെ നക്ഷത്രം ചോതിയാണ്. ചോതിയുടെ അവസാന വിനാഴികയിൽ എപ്പോഴോ ആണ് താൻ ജനിച്ചത് എന്നാണ് എല്ലാവരും സാറിനോട് പറഞ്ഞത്. വിശാഖം ആയതുമില്ല. ഇപ്പോൾ എൻ്റെ നക്ഷത്രം ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ചോശാഖം എന്ന്. വിശാഖവും ചോതിയും കൂടെ ചേർത്ത് ചോശാഖം എന്നാണ് പറയാറത്രേ. സാറ് ചോതി, ഞാൻ വിശാഖം. 79-ാം വയസ്സിന് ശേഷം ചിന്ത്യം എന്നാണ് ജാതകമെഴുതിയ ആളെഴുതിയത്. 79 കഴിഞ്ഞ് 89 കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ് NH പോലെ മധുസാർ. വരുന്ന സെപ്റ്റംബർ 21-ാം തീയതി മധുസാറിന് 93 വയസ്സാകും. 79-ൽ തീരും എന്നെഴുതിയതിനാൽ തൻ്റെ സമ്പാദ്യമൊക്കെ അടിച്ചു തീർത്ത് ഞാനിപ്പോൾ പാപ്പരായെന്നാണ് മധുസാർ പറയാറ്. എന്നാൽ പറ, ഒരു സിനിമയിൽ അഭിനയിക്കാം, ഇപ്പോൾ പാപ്പരായിരിക്കുകയല്ലേ സാറേ പറഞ്ഞ സാറേ, ഒരു സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞാൽ സാറ് വരില്ല. ഞാനിപ്പോൾ വാക്കറി പിടിച്ചാണ് നടപ്പ്. അത് കാണുന്നവരുടെ സിമ്പതി വേണ്ട എന്നാണ് മധുസാറിൻ്റെ നിലപാട്. എനിക്കത് വേണ്ട. സിനിമാക്കാരായ സിമ്പതിക്ക് വേണ്ടി നടക്കുന്നവന്മാരാണ്. ഞാൻ മധു വാക്കറിലാണ് നടക്കുന്നതെന്ന് വേറൊരാൾ പറയുന്നത് എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് പോലും സാർ പുറത്തു പോകാറില്ല. എമ്പുരാനിലേക്ക് വിളിച്ചു, പോയില്ല. മമ്മൂട്ടി മറ്റൊരു സിനിമയിലേക്ക് വിളിച്ചു, വീട്ടിൽ വന്ന് ചിത്രീകരിച്ചോളാം, ഒരു സീനേ ഉള്ളൂ, അത് വീട്ടിൽ വന്ന് ചിത്രീകരിച്ചോളാം എന്ന് പറഞ്ഞു. ഇവിടെ സിനിമ ഷൂട്ട് ചെയ്യാനുള്ള പകിട്ടൊന്നുമില്ല എന്ന് മധുസാർ മറുപടി പറഞ്ഞു. ഒടുവിൽ കണ്ണമൂലയിലെ സാറിൻ്റെ വീടിൻ്റെ അടുത്ത് നടന്നു പോകാൻ ദൂരമുള്ള ഒരു വീട് കണ്ടെത്തി അവിടെ ഒരു വീട്ടിൽ ആ ഒരു സീൻ ചിത്രീകരിച്ചു. ചിത്രത്തിൻ്റെ പേര് നമ്പർ 1. മുഖ്യമന്ത്രി ആയിട്ട് മമ്മൂട്ടി അഭിനയിച്ച സിനിമ. അഭിനയിച്ച് എനിക്ക് കൊതി തീർന്നു. ഇനി ഒന്നും ചെയ്യാനില്ല.
അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള എനിക്ക് പ്രാധാന്യമുള്ള ഒരു വേഷം വരണം. ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കൊള്ളാമെന്ന് എനിക്ക് തോന്നിയാൽ ചെയ്യാം. ഇതാണ് മധുസാറിൻ്റെ നിലപാട്. ഇവിടെ ക്യാമറയുടെ മുന്നിൽ മരിച്ചു വീഴണമെന്നും പറഞ്ഞ് എഴിച്ചു കിടക്കാൻ വയ്യാത്തവർ വരെ ചാൻസ് ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന നാട്ടിലാണ് വരുന്ന ചാൻസുകളെ കണ്ണിറുക്കി കാണിച്ച് ഒരു ചിരി ഇരിച്ച് സാർ ഒഴിവാക്കുന്നത്. ഓരോ ദിവസം അവസാനിക്കുമ്പോഴും ഓരോ ദിവസം ആരംഭിക്കുമ്പോഴും ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും ഇപ്പോഴും എന്നാണ് സാറ് പറയുന്നത്. സാറ് ഒരു ദിവസം അവസാനിക്കുമ്പോഴും 12 മണിക്ക് അവസാനിക്കുമല്ലോ, അപ്പോഴും 12:01 പുതിയ ദിവസം തുടങ്ങുമ്പോഴും ഞാൻ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് സാർ പറയുന്നത്. രാത്രി 10-11 മണി കഴിഞ്ഞാണ് സിനിമ കണ്ട് തുടങ്ങുന്നത്. 2 സിനിമകളാണ് കാണുന്നതെങ്കിൽ വെളുപ്പിന് 3-3:30 സാർ കിടക്കാൻ. എന്നിട്ട് ഉച്ചയ്ക്കാണ് എണീക്കുന്നത്. ദേഹം മുഴുവൻ എണ്ണ പുരട്ടി നന്നായി മുറുക്കി സാർ അങ്ങനെ ഇരിക്കും. പിന്നെയാണ് സാറിൻ്റെ ഗുരുവായൂർ കേശവൻ കുളിക്കും പോലത്തെ കുളി. ഇവിടെ മുതലാണ് സാറിൻ്റെ ഒരു പുതിയ ദിവസം ആരംഭിക്കുന്നത്. ഏതാണ്ട് 1:30-2 മണിയാവും സാറിൻ്റെ ഒരു പുതിയ ദിവസം ആരംഭിക്കുമ്പോൾ. ഇന്നലെ ഏത് സിനിമ കണ്ടു എന്ന് ഒരു പത്രക്കാരൻ്റെ എന്താ പറയുക കുശലം എന്തെങ്കിലും ചോദിക്കണമല്ലോ സാറിനോട്. ഇന്നലെ ഏത് പടം കണ്ടു എന്നിട്ട് സാറിൻ്റെ ഉടൻ മറുപടി എന്താ, എൻ്റെ മുഖത്തൊരു ക്ഷീണമുണ്ടോ എന്നായി സാറിൻ്റെ. അതാണ് സാറിൻ്റെ മറുപടി. രജനീകാന്തിൻ്റെ ജയിലറാണ് ഇന്നലെ കണ്ടത്, അതിൻ്റെ ക്ഷീണമാണ് എന്നാണ് സാറ് പറയുന്നത്. ഏത് നാട്ടിലാണ് ഇങ്ങനെ അടിയും വെട്ടും വെടിയും കുത്തും? ഇപ്പം തന്നെ ഇപ്പോഴത്തെ ജനറേഷന് ഇതൊക്കെ ഇഷ്ടമായിരിക്കും അല്ലേ? കൂടം വച്ച് തലക്കടിക്കുന്നു, എന്നിട്ട് ആസിഡിലിടുന്നു. രജനീകാന്തിനെ സമ്മതിക്കണം, ഇപ്പോഴും സ്റ്റൈലായിട്ട് അയാൾ അഭിനയിക്കുകയില്ലേ. ക്ലാസ് പടമൊന്നും വേണ്ടെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ളത്. രജനീകാന്ത് പറഞ്ഞു എനിക്ക് ക്ലാസ്സൊന്നും വേണ്ട, എനിക്ക് ആളുകൾ കാണുന്ന ഇടിപ്പടം മതി എന്ന് തുറന്നു പറഞ്ഞ ആളാണല്ലോ. രജനീകാന്തിൻ്റെ അപ്പനായി മധുസാർ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. മധുസാറിനെ പറ്റി ഇപ്പോൾ ഇത്രയും ഓർത്തത്, നെയ്യാറ്റിൻകരക്കാരൻ ഒരു അഡ്വക്കേറ്റ് വിനോദ് സെന്നുണ്ട്. KPCC വിചാർ വിഭാഗിൻ്റെ ആളാണ് വിനോദ് സെൻ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്ന സംഘാടകനുമാണ്, എൻ്റെ സ്നേഹിതനുമാണ് ഈ അഡ്വക്കേറ്റ് വിനോദ് സെൻ. ഒരു ഷാളും വാങ്ങി ആരോഗ്യമന്ത്രി K മുരളീധരനെയും കൂട്ടി കണ്ണമ്മൂലയിലെ മധുസാറിൻ്റെ വീട്ടിൽ ചെന്നു. ആര് വന്നാലും പോയാലും ഒരേ മീറ്ററിൽ ചിരിച്ചുകൊണ്ട് സാർ അങ്ങനെ ഇരിക്കും. അല്ല, സാർ എണീക്കുകയില്ല, കണ്ണടച്ചിരിക്കുകയില്ല, ചിരിച്ചുകൊണ്ട് കസേരയിൽ തന്നെ ഇരിക്കും. വരുന്നവർ കഷത്ത് വെച്ചിരിക്കുന്ന പൊതി അഴിച്ച് സാറിനെ ഷാള് പുതപ്പിക്കും. എങ്ങനെയുണ്ട് ആരോഗ്യസ്ഥിതി എന്ന് ചോദിച്ചാൽ ഇത്തിരി കൂടിപ്പോയി പ്രായം എന്ന് അവരെ സാറ് ബോധിപ്പിക്കും. ഇത്രയും കാലമൊന്നും വേണ്ടായിരുന്നു. ഇതാണ് സാറിൻ്റെ ആരോഗ്യത്തെ പറ്റി സാറ് പറയുന്നത്. ആ ഹാളിൽ കിടക്കുന്ന കസേര പിടിക്കാൻ അറിയാവുന്നവർക്ക് ഇരിക്കാം, ബാക്കിയുള്ളവർ ആരായാലും ഏത് കൊലകൊമ്പനായാലും നിൽക്കണം. സാറിനെ പറ്റി, സാറിൻ്റെ അഭിനയത്തെപ്പറ്റി ഈ വരുന്നവർ 4 കാച്ച് എന്നിട്ടങ്ങ് പോകും. 10ാം ക്ലാസ് തോറ്റവൻ BAയുടെ ഉത്തരക്കടലാസിൽ മാർക്കിടുന്ന കാലം എന്ന് പറഞ്ഞ മനുഷ്യനാണ് മധുസാർ. മധുസാറിൻ്റെ മുമ്പ് വന്ന് മധുസാറിൻ്റെ അഭിനയത്തെപ്പറ്റി അങ്ങോട്ട് ഒരു ക്ലാസ് എടുക്കും. എന്നിട്ട് പൊടിയും തട്ടി ഈ വരുന്നവരങ്ങ് പോകും. ആകപ്പാടെ കിട്ടുന്നത് ഏതെങ്കിലും കള്ളക്കസവിലുള്ള ഒരു നേരിയതോ 400 രൂപ കൊടുത്താൽ കിട്ടുന്ന ഒരു ഷാളോ കൊണ്ടൊന്ന് ഇട്ടിട്ടാണ് ഈ അഭ്യാസമൊക്കെ കാണിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞതാണ്. KPCC വിചാർ വിഭാഗ് മുഖ്യമന്ത്രി സതീഷ് മേനോൻ എഴുതിയ ഒരു പുസ്തകം കൂടി അഡീഷണലായിട്ട് വച്ചിരുന്നു മധുസാറിന് കൊടുക്കാൻ. ചെമ്മീനിൽ അഭിനയിച്ച ശേഷം തന്നെ ശോകമൂക നായകനായി പ്രേക്ഷകർ മുദ്ര കുത്തിയതായി മധുസാർ ഈ KPCC വിചാർ വിഭാഗിൻ്റെ ആ ഫംഗ്ഷനിൽ പറഞ്ഞു. എന്നാൽ ബോധപൂർവം ആ ഇമേജ് തകർത്ത് സദ്ഗുണസമ്പന്നായ നായകനെന്ന പരിവേഷം താൻ നേടിയെടുത്തു എന്ന് മധുസാർ അവിടെ പറഞ്ഞത്രേ. സംവിധാനം ചെയ്ത പടത്തിൽ അടൂർഭാസിയെ നായകനാക്കിയിട്ട് നെഗറ്റീവ് റോൾ ചെയ്ത മുതലാണ് ഈ പറയുന്നത്. ഇതാ ഇവിടെ വരെയിലെ താറാവുകാരൻ പൈലി മാത്രം മതി സദ്ഗുണ സമ്പന്നെ അളക്കാൻ. പരീക്കുട്ടി ഒരു പാപം ലോലഹൃദയനായിരുന്നു. പക്ഷേ ആ ഇമേജിനെയൊക്കെ തകർക്കുന്ന എത്ര വേഷങ്ങൾ തന്മയത്വത്തോടെ മധുസാർ ചെയ്തു. പിന്നീട് മറ്റൊരു നടനും ധൈര്യം കാണിക്കാത്ത
ഇമേജ് എന്ന ചട്ടക്കൂടിനെ തച്ചുടച്ച നടനല്ലേ നമ്മുടെ മധു സാർ. തേവടിശി എന്ന പേര് ടൈറ്റിലിട്ട നോവലെടുത്ത് തൻ്റെ ആദ്യ സിനിമ സംവിധാനം ചെയ്ത മനുഷ്യന് ഇമേജ് ഒരിക്കലും ഭാരമാകാൻ ഇടയില്ല. സി രാധാകൃഷ്ണൻ്റെ നോവലാണല്ലോ തേവടിശി. അദ്ദേഹത്തെ കൊണ്ട് തന്നെ തിരക്കഥയും സംഭാഷണവും എഴുതിച്ച് പ്രിയ എന്ന് പേരിട്ട് കന്നി സിനിമ ചെയ്ത് മികച്ച രണ്ടാമത്തെ സിനിമയ്ക്കുള്ള 1970 സംസ്ഥാന അവാർഡ് മധു സാർ നേടി. മികച്ച ചിത്രം, ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രം ഏതെന്നറിയാമോ എന്ന് ചോദിച്ചാൽ മധു സാർ ബാപ്പുട്ടിയായ PN മേനോൻ്റെ ഓളവും തീരവുമായിരുന്നു. തൻ്റെ കഴിവിൽ അപാരമായ ആത്മവിശ്വാസമുള്ള ഒരാൾക്ക് തേവടിശി പോലൊരു നോവൽ സിനിമയാക്കാനാവും. അത് തെളിയിച്ച മധു സാറാണ് ഇമേജിൽ പേടിക്കുന്നത് എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, ഈ പൊന്നാടയും കൊണ്ടുപോകുന്നവർ ഒരു 25,000 രൂപ ക്യാഷായി കൂടി നൽകിയാൽ നന്നായിരിക്കും. അതിന് മനസ്സ് കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ശ്രീകുമാരൻ തമ്പി സാറിനൊക്കെ 25,000, 50,000, 1 ലക്ഷം കൊടുക്കണില്ലേ? മധു സാർ സമ്പന്നനാണ് എന്ന് വിചാരിച്ചിട്ട് ഈ കള്ളക്കസവിലുള്ള ഒരു നേരിത് മാച്ചോണ്ട് പോണ പരിപാടി നിർത്തി കൂട്ടത്തിലൊരു 25,000 രൂപ ഒരു കവറിലിട്ട് മാറാത്ത ചെക്കൊന്നും കൊടുത്തുള്ളായിരുന്നു. അല്ലെങ്കിൽ ഒരു 50,000 രൂപ ചെക്കിൻ്റെ കഥ പറഞ്ഞാൽ ഭയങ്കര രസമാണ്. സാറിൻ്റെ പേരിൽ കൊടുത്ത ചെക്ക് സാർ ഒപ്പിട്ടെന്ന് കള്ള ഒപ്പിട്ടിട്ട് മാറിയ മഹാനുണ്ട് സീരിയൽ രംഗത്തൊരു ഒരുത്തൻ. സാറിൻ്റെ കള്ള ഒപ്പിട്ട്. അപ്പോൾ ഈ വിവരം അറിഞ്ഞിട്ട് ചെക്ക് മാറിയമ്മ എടുത്തു പൈസ ചെക്ക് കൊടുത്തയച്ച പ്രൊഡ്യൂസർ കണ്ടപ്പോഴാണ് പറഞ്ഞത്, അയ്യോ ഞാൻ സംവിധായകൻ്റെ കൊടുത്തയച്ചല്ലോ. സാർ ഒരൊറ്റ കാര്യം പറഞ്ഞോളൂ, അവനെ ഒന്ന് എൻ്റെ മുമ്പ് കൊണ്ട് നിർത്തി തരുമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. സത്യത്തിൽ അവനെ കൊണ്ടുവന്ന് അന്ന് മുമ്പ് നിർത്തി ഒരൊറ്റ അടിയിൽ അവൻ്റെ സഞ്ചയനം കഴിഞ്ഞല്ലേ. ഒരു 6 മാസം കഴിഞ്ഞ് നോക്കിയപ്പോൾ അവൻ സാറിൻ്റെ ശിഷ്യനെ പോലെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ടിരുന്നു. സാർ ഇതൊന്നും കാര്യമാക്കില്ലെന്ന്. ഇത്രയും നിറവുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം അമ്മയ്ക്കൊരു താരാട്ട് നടക്കുമ്പോൾ ഷൂട്ടിങ്ങിനിടയിൽ ഒരു ദിവസം ഒരു കവർ കൊണ്ടുവന്ന് മടക്കി കൈക്കൂലി കൊടുക്കും പോലെ തമ്പി സാർ കൊണ്ടുവന്ന് മധു സാറിൻ്റെ കൊടുത്തു. എന്താ തമ്പി എന്ന് ചോദിച്ചു. അല്ല അത് ഇതുവരെ അഭിനയിക്കാൻ വന്നിട്ട് മധുചേട്ടന് ഞാനൊന്നും തന്നില്ലല്ലോ, ഒരു അഡ്വാൻസ്. സിനിമ നടക്കട്ടെന്നേ, എനിക്കിപ്പം പൈസയ്ക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അത്രയും നിറവുള്ള മനുഷ്യനാണ് മധു സാർ. അതുകൊണ്ട് ഞാൻ പറയുന്നു, KPCC വിചാർ ഭാഗ് അടക്കം ഇനി ആരൊക്കെ പോകണമെങ്കിലും ഈ ഒരു 400 രൂപയുടെ ഷാളും വാങ്ങിച്ചിട്ട് പോകരുത്. ഒപ്പം ഒരു കവറിൽ ഒരു 25,000, 50,000 ഇട്ട് മധു സാറിൻ്റെ അന്തസ്സിന് ഇണങ്ങുന്ന ഒരു കവർ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കണം. അടുത്ത കഥ, കേരളം മുഴുവൻ ഉരുൾപൊട്ടലും മിന്നൽ പ്രളയവും ഒക്കെയായി ദുരിതക്കയത്തി കിടക്കുമ്പോൾ പുലി ഇറങ്ങി എന്ന് പറയും പോലെ സംവിധായകൻ സനൽകുമാർ ശശിധരൻ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് മഞ്ജു വാര്യരുടെ ജീവൻ രക്ഷിക്കാനായിട്ട്. എന്നെ കിറുക്കനെന്നും പ്രാന്തനെന്നും ഒക്കെ ആളുകൾ കരുതുന്നു എന്നാണ് സനൽകുമാർ ശശിധരൻ തന്നെ ഇപ്പോൾ പറയുന്നത്. റോഡിൽ പോകുമ്പോൾ എത്രയോ ചാവാരിപ്പട്ടികൾ കുരയ്ക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ എന്ന തരത്തിലാണോ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി പത്രസമ്മേളനത്തെ വിശ്വസിക്കാത്ത പോലെ മഞ്ജു വാര്യർ ഇപ്പോൾ പറയുന്നതൊന്നും കേൾക്കാത്ത പോലെ നന്നായി ജീവിക്കുന്നു. ആര് പറയുന്നതും മഞ്ജു കേൾക്കാറില്ല, കേട്ടതായി ഭാവിക്കാറില്ല. പക്ഷേ ഇദ്ദേഹം പറയുന്നത് മഞ്ജു വാ തുറക്കണം എന്നാണ്. 2022 മുതൽ ഈ പയ്യൻ ഒരു പെണ്ണിനെ ആരോ തീർക്കാൻ പോകുന്ന കഥയും പറഞ്ഞ് പോലീസുകാർ എടുത്ത കേസ് എൻ്റെ പ്രാണപ്രേയസി കൊടുത്തതല്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. 2022 4 വർഷമായിട്ട് നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പണി മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഈ പയ്യന്. കോൺഗ്രസ്സുകാരനായ എന്നെ പിണറായിയുടെ പോലീസ് പീഡിപ്പിക്കുകയാണ് എന്ന കഥ ഇനി പറയാൻ പറ്റില്ലല്ലോ. ചെന്നിത്തലയുടെ പോലീസല്ലേ ഇപ്പോൾ ഇവിടെ ഭരിക്കുന്നത്. പക്ഷേ അപ്പോഴും പറയുന്നു പോലീസുകാർ ഞാൻ കൊടുക്കുന്ന പരാതി എടുക്കുന്നില്ല, എന്നെക്കുറിച്ചുള്ള പരാതി അന്വേഷിക്കുന്നുമില്ല. 2022 മഞ്ജുവിനോട് നീയാണോ പരാതി കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അല്ലാന്ന് മഞ്ജു പറഞ്ഞത്രേ. ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ആരെങ്കിലും തല്ലിക്കൊല്ലും എന്ന് പേടിച്ച് പാവം സംവിധായകൻ സൽകുമാർ US പോയത്രേ. മഞ്ജു ശബ്ദം മാറ്റി സംസാരിച്ച ഓഡിയോ അമേരിക്കയിലിരുന്നുകൊണ്ട് ഞാൻ പുറത്ത് വിട്ടിട്ട് ആരും വിശ്വസിക്കുന്നില്ല, അതിന് ഓതൻറ്റിക് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. മഞ്ജു സ്വന്തം ശബ്ദത്തിൽ സംസാരിച്ചാൽ അവർ കൊല്ലപ്പെടും എന്ന ഭീതിയിലാണ് മിമിക്രിയിൽ ശബ്ദം മാറ്റി സംസാരിച്ചതെന്നാണ് സൽകുമാർ ശശിധരൻ പറയുന്നത്. എന്നിട്ട് ഈ പൊട്ടൻ മഞ്ജു സ്റ്റേജ് ഷോയ്ക്ക് അമേരിക്കയിലുണ്ടെന്ന് അറിഞ്ഞിട്ട്
ട്രംപ് തെരഞ്ഞെടുപ്പിൽ പോലും പോകാത്ത അത്രയും ദൂരം 5000 കിലോമീറ്റർ ആയിട്ട് കാർ ഓടിച്ചു പോയി മഞ്ജുവിനെ കാണാൻ. എന്നിട്ട് കണ്ടില്ല എന്ന് അയാളിങ്ങനെ പറയുന്നു. അമേരിക്കയിൽ തെക്ക് വടക്ക് ഓടിയിട്ടും കാണാനായില്ല എന്ന് പച്ചയ്ക്ക് പരസ്യമായി ഇയാൾ ഇങ്ങനെ പറയും. നമ്മളാണെങ്കിൽ ഒതുക്കി വെച്ച് കളയും, ഒളിച്ചു കളയും. നാണക്കേടല്ലേ ഒരു പെണ്ണിനെ അന്വേഷിച്ച് 5000 കിലോമീറ്റർ അങ്ങോട്ടും 5000 കിലോമീറ്റർ ഇങ്ങോട്ടും കാർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. ഈ പരാതി കൊടുത്തത് ഞാനാണെന്ന് തുറന്ന് പറഞ്ഞാൽ എൻ്റെയും എൻ്റെ മകളുടെയും ജീവിതം തീരുമെന്നാണ് മഞ്ജു ഈ സംവിധായകനോട് പറഞ്ഞതത്രേ. നട്ട കുരുക്കത്തെ കള്ളമാണ് ഈ പറയുന്നത്. ഇയാൾ വാസ്തവത്തിലൊരു വക്കീലാണ്. മഞ്ജു 164 സെക്ഷനിൽ ജഡ്ജിക്ക് മുന്നിൽ മൊഴി കൊടുത്തിരിക്കുകയാണെന്ന് പോലും ഈ മഹാൻ അംഗീകരിക്കുന്നില്ല. മഞ്ജു ഒരിടത്തും പറയില്ല എന്നെ പറ്റി എന്നാണ് പറഞ്ഞത്. ജഡ്ജിക്ക് കൊടുത്തിരിക്കുകയാണ് 164. എന്നിട്ട് ഇയാൾ പറയുന്നു അവൾ പറയുന്നില്ല, അവൾ മറ്റവളെന്നൊക്കെയാണ് വിളിക്കുന്നത്. പോസ്റ്റിന് താഴെ വരുന്ന കമൻറ്റുകളെല്ലാം പെയ്ഡാണ്. ആർക്കോ കാശ് കൊടുത്തിട്ട് രാവിലെ മഞ്ജു വാര്യർ കുറേ കാശ് കൊടുത്തിട്ട്, അല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ കൂടെ നടക്കുന്ന ആ PA കുറേ കെട്ടുകണക്കിന് നോട്ടെടുത്ത് ആളുകൾ കൊടുത്തിട്ട് സൽകുമാർ ശശിരെ ഇടുന്ന പോസ്റ്റിനെല്ലാം താഴെ ചെന്ന് അവനെ 4 തെറി പറ എന്ന് പറഞ്ഞ് പെയ്ഡായിട്ടുള്ള കമൻറ്റുകളാണ് ഇടുന്നതെന്നാണ് പറയുന്നത്. 2024 ഡിസംബർ മുതൽ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഒരു പുല്ലനോ അത് വിശ്വസിക്കുന്നില്ല എന്നാണ് സൽകുമാർ ശശിധരൻ പറയുന്നത്. സ്വതന്ത്രമായി മഞ്ജു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയാൽ അവരുണ്ടാവില്ല. സ്വതന്ത്രമായിട്ട് മഞ്ജു എന്തെങ്കിലും തുറന്ന് പറഞ്ഞാൽ, ക്യാമറയുടെ മുന്നിലോ ആൾക്കാരുടെ മുന്നിലോ പറഞ്ഞാൽ അന്ന് തീരും മഞ്ജു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വരും എന്നറിഞ്ഞപ്പോൾ അമ്മ പ്രസിഡൻറ്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ച് പോയില്ലേ? അതും ഇതുമായിട്ട് എന്തൊരു ബന്ധമെന്ന് എനിക്കറിയില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടട്ടെ, കാണാം എന്നാണ് ഇയാൾ പറയുന്നത്. 2 പ്രണയ ലെറ്ററിൻ്റെ പേരിൽ എൻ്റെ പേര് കേസെടുത്തു. വല്ല പെമ്പിള്ളേർക്കൊക്കെ അവർക്ക് ഇഷ്ടമില്ലാതെ സമ്മതമില്ലാതെ പ്രണയ ലെറ്റർ അയച്ചാൽ കേസെടുക്കും അവർ പരാതി കൊടുത്താൽ. ബിനീഷ് ചന്ദ്രൻ ഇല്ലാതെ മഞ്ജുവിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പ്രൊഫഷനുണ്ടോ? ബിനീഷ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ മഞ്ജുവിൻ്റെ PA ആണെന്ന് തോന്നുന്നു. പോലീസ് മൊഴിയെടുക്കുമ്പോൾ പോലും ബിനീഷ് ചന്ദ്രൻ്റെ കൂടെ ഇരുത്തിയാണ് മൊഴിയെടുത്തത്. അത് മഞ്ജുവാണ് തീരുമാനിക്കുന്നത്. എനിക്ക് സ്വകാര്യങ്ങൾ പറയാനുണ്ട്, ബിനീഷ് ഒന്ന് പുറത്തേക്കൂ, അല്ലെങ്കിൽ പോലീസുകാരുണ്ട് ഈ ബിനീഷിനോട് പുറത്തേക്കാൻ പറയും എന്ന് പറഞ്ഞില്ലല്ലോ. അത് മഞ്ജുവിൻ്റെ സ്വാതന്ത്ര്യമാണെന്നേ. അതുപോലെ ഈ പൊട്ടന് മനസ്സിലാവുന്നില്ല. ഞാൻ വാലിഡായ അലിഗേഷൻസേ പറഞ്ഞിട്ടുള്ളൂ, നല്ല വാലിഡായിട്ടുള്ള കാര്യങ്ങളെ പറയൂ. ഞാൻ പ്രൂഫ് സഹിതം പോലീസിന് കംപ്ലൈൻറ്റ് കൊടുത്തു 3 തവണ, എന്നിട്ടും അവർ അന്വേഷിക്കുന്നില്ല. വാലിഡായതല്ലാന്നേ, നിനക്ക് വാലിഡായിരിക്കാം, പോലീസുകാർ വിചാരിക്കുന്ന ഒരു പൊട്ടൻ വിഡ്ഡി ഇങ്ങനെ ഓരോന്ന് പേപ്പറിൽ എഴുതിക്കൊണ്ട് തരുന്നു. അതിനൊക്കെ അവർക്ക് ഒരുപാട് തിരക്ക് കാണൂല്ലേ? അപ്പോൾ ഇതിനെടുത്ത് ചവിറ്റുകൂട്ടലിടും. അത് വാലിഡ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. 2019 മുതൽ നടന്നു വരുന്ന സംഭവങ്ങൾ വച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. 2 ദിവസം എന്നെ എന്താ ജയിലിലിടാത്തത്? ഇത് ഏതോ അലി അക്ബറിൻ്റെ പടത്തിൽ ജഗദീഷ് കുമാർ നടറോട്ടി കിടക്കുമ്പോൾ ഒരു പായ വിരിച്ചിട്ട് നടറോട്ടി കിടക്കുമല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകാനായിട്ട്. അതുപോലെയാണ് പറയണേ, എന്നെ അറസ്റ്റ് ചെയ്യൂ, 2 ദിവസം ജയിലിലിടൂ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്താ എന്നെ ഇടാത്തത് എന്നാണ് ചോദിക്കുന്നത്. എയ്റോപ്ലെയിൻ പിടിച്ച് വന്നിട്ടാണ് എന്നെ ബോംബെയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. വിമാനത്തിലല്ല, എയ്റോപ്ലെയിനിൽ വന്നിട്ടാണ് എന്നെ ബോംബെയിൽ വന്ന് പിടിച്ചുകൊണ്ട് വന്നതെന്നാണ് പറയുന്നത്. ന്യൂസ് 18 കേരള ഫ്ലോറിലാണ് ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത്. ഇതേവരെ ആരും എന്നെ വിളിച്ച് ഇതുപോലെ ചോദിച്ചിട്ടില്ല. ന്യൂസ് 18 വേറെ പണിയില്ലാത്തതുകൊണ്ടും കാണാൻ ആളില്ലാത്തതുകൊണ്ടായിരിക്കും ചെയ്തതെന്നേ. ഇപ്പോൾ ഇവിടുത്തെ നല്ല വാല്യൂ ഉള്ള ചാനലുകൾക്ക് നിങ്ങളെപ്പോലുള്ളൊരു ബോറിനെ വിളിച്ചിരുന്ന് സംസാരിക്കാൻ താല്പര്യം കാണില്ല. അതുപോലും ഈ മനുഷ്യന് മനസ്സിലാവുന്നില്ല. മയക്കുമരുന്നിന് അടിമയായിപ്പോയി പ്രാന്താണ് എന്നൊക്കെയാണ് പലരും എന്നെപ്പറ്റി കരുതുന്നത്. നാട്ടിൽ വലിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തതിനാൽ ഇവിടെ വന്ന് ഫ്രീ ആയി വലിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞ വീഡിയോ ചെയ്ത ആളാണ് ഈ മഹാൻ. അമേരിക്കയിൽ ഇവിടെ ചെന്ന് നിന്നിട്ട് മഞ്ഞത്ത് നിന്നിട്ട് പോഞ്ചാൻ വലിച്ച് വിടർന്ന് കഞ്ചാവ്, എന്നിട്ട് പറയാ നമ്മുടെ നാട്ടിൽ ഇതൊന്നും വലിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല, ഇവിടെ ആകുമ്പോൾ ഫ്രീ ആണ്, നമുക്കിഷ്ടം പോലെ വലിക്കാമെന്ന് പറഞ്ഞ് നിന്ന് വലിക്കുകയാണ്. അപ്പോൾ ഇയാൾ അതിൻ്റെ ആശാനാണ് എന്നുള്ളത് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. ഇനി എനിക്ക് അയാളുടെ ദേഷ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഇയാളായാലും മഞ്ജു ആയാലും എനിക്ക് ഒരുപോലെ. പക്ഷേ പറയുന്നതിനൊരു മര്യാദ വേണ്ടേന്ന്, നാണം വേണ്ടേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന പോലീസുകാരിൽ ഒരാൾ എന്നോട് രഹസ്യമായി ചോദിക്കുകയാണ്, നിങ്ങൾ 2 പേരും ഒന്നിച്ചിരുന്ന് സംസാരിക്കാത്തത് എന്താണ്? എന്തുകൊണ്ട് നിങ്ങൾ 2 പേരും കൂടി ഇരുന്ന് സംസാരിക്കുന്നില്ല?
വിമാനത്തിലല്ലേ പറഞ്ഞത്, അപ്പോൾ ഇത്തിരി സമയമുണ്ടല്ലോ. അപ്പോൾ അടുത്തിരുന്ന പോലീസുകാരെ ഇങ്ങനെ ചോദിച്ചു, സനൽകുമാർ ശശിധരൻ ആഗോള റേപ്പിസ്റ്റാണോ? കണ്ടാലുടനെ ഓടിച്ചെന്ന് ഞാനെന്താ മഞ്ജുവിനെ റേപ്പ് ചെയ്യുമെന്നാണ് ഇയാൾ ചോദിക്കണേ. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പരാതി ഞാൻ കൊടുത്തിട്ടും മറുപടിയില്ല. ഈ പരാതി, എൻ്റെ പരാതി കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്തു പോലുമില്ല. എടുത്താൻ കളഞ്ഞു കാണുമെന്ന് ഇയാൾ പോയിടുന്നതിന് പ്രാന്തൻ എന്ന് പറഞ്ഞ് എടുത്ത് കളഞ്ഞു കാണും. പടം റിലീസാകുന്നില്ല. ലൈഫിൽ ത്രെഡുണ്ട്. ശാന്തമായ ദേവി എന്ന വക്കീൽ ഡ്രാഫ്റ്റ് ചെയ്ത കംപ്ലൈൻറ്റ് മഞ്ജു വാര്യരുടെ ഇമെയിൽ വഴി ഡയറക്റ്റായി അയച്ചിട്ടാണ് FIR ഇട്ടിരിക്കുന്നത്. DCP അതിനെ തടഞ്ഞു വച്ചു. ഗൂഢാലോചനയാണ് DCP ചെയ്യുന്നത്. ആരും അന്വേഷിക്കുന്നില്ല. ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നിയ നിമിഷം ഞാൻ ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചു. വീട്ടുകാരെ കണ്ട് പോലീസുകാർ പറയുകയാണ്, ഇയാളുമായി സഹകരിക്കരുത്, ഇയാൾ പ്രശ്നങ്ങളുള്ള ആളാണ്, സഹകരിക്കരുത് എന്നാണ് പറഞ്ഞത്. പോലീസുകാർക്ക് പോലും മനസ്സിലായി അവൻ വട്ടാണെന്ന്. അതുകൊണ്ട് ഇയാളുടെ സനൽകുമാർ ശശിധരൻ്റെ വീട്ടിൽ ചെന്ന് പറഞ്ഞെന്ന്, സഹകരിക്കരുത്, സൂക്ഷിക്കണം, ഏത് സമയവും എന്ത് സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞു കാണും. ഞങ്ങൾ 2 വർഷം പ്രേമത്തിലായിരുന്നു. പറയണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. 2 വർഷം പ്രേമത്തിലായിരുന്നു ഈ കാള. അപ്പോൾ ഇയാൾക്ക് ഭാര്യയും 2 ആൺമക്കളും ഉണ്ട് എന്ന് മാത്രമല്ല, വക്കീലിന് പഠിക്കുമ്പോൾ പ്രേമിച്ച് കിട്ടിയതാണ് ഭാര്യയെ. പെണ്ണ് ചോദിച്ച് ഇയാൾ ചെങ്ങന്നൂരിൽ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്നു. ഇയാൾക്കിവിടെ പെണ്ണില്ല എന്നാണ് ആ കുട്ടിയുടെ അച്ഛൻ പാവം പറഞ്ഞത്. ഈ അടുത്ത കാലത്ത് മരിച്ചു, ഞാൻ പോയിരുന്നു. എന്നിട്ടും അവളുടെ കഷ്ടകാലം കൊണ്ട് ഇയാളെ കെട്ടി. ഈ അടുത്ത കാലത്ത് ഞാൻ വഞ്ചൂർ കോടതിയിൽ വെച്ച്, അവർ അഡ്വക്കേറ്റാണ്, ഞാൻ അവരെ കണ്ടിരുന്നു. ഞാൻ കാണാതെ പോയപ്പോഴും എന്നെ പേര് പറഞ്ഞ് വിളിച്ച് ചേട്ടാന്ന് വിളിച്ച് ഓടി അടുത്ത് വന്നു. പാവം. ഞാൻ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുൻ എക്സ് ഹസ്ബൻഡ് പറയണതൊക്കെ കേട്ടോന്നുണ്ട്. എന്ത് പറയാൻ ചേട്ടാ. അപ്പോൾ അപ്പുറത്തൊരാൾ മാറി നിന്ന് ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു, ചേട്ടാ അറിയുമോ? ഇല്ല, ഇതാണ് ചേട്ടാ എൻ്റെ ഹസ്ബൻഡ്, ഒരു പോലീസ് ഓഫീസർ. അവർ മാന്യമായിട്ട് ജീവിക്കുന്നു 2 ആൺപിള്ളേരുമായിട്ട്. ഇയാൾ ഇല്ലാത്ത പ്രേമവും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. മനസ്സിലായില്ലേ? 2 വർഷമായിട്ട് പ്രേമത്തിലായിരുന്നു. വേറൊരു ഭാര്യയും 2 മക്കളും ഉള്ളപ്പോഴാണ് ഈ കാള പ്രേമിക്കാൻ നടന്നത്. 2024 ശേഷം അവർ എവിടെ നിൽക്കുന്നുവെന്നോ അവരുടെ മനസ്സെന്താണെന്നോ എനിക്കറിയാൻ പറ്റുന്നില്ല. കണ്ടാലേ പ്രേമമുണ്ടോ എന്നറിയാൻ പറ്റൂ. എവിടെയെങ്കിലും വെച്ച് മഞ്ജു വാര്യരെ കണ്ടാൽ ചോദിക്കൂ, പ്രേമമുണ്ടോ ഇപ്പോഴും എന്നോട്? ഇങ്ങനെയാണോ പ്രേമിക്കുന്നത്? എനിക്കറിയില്ല കേട്ടോ. ശബ്ദം പുറത്തു വന്നാൽ മഞ്ജു കൊല്ലപ്പെടും. നിന്നോട് സംസാരിച്ചു എന്നറിഞ്ഞാൽ, നിന്നോടല്ലേ എന്നോട് സംസാരിച്ചു എന്നറിഞ്ഞാൽ മഞ്ജു കൊല്ലപ്പെടും. ഇവരുടെ ശബ്ദം ഞാൻ ബ്രദറിന് മധു വാര്യർക്ക് അയച്ചു കൊടുത്തു, പിന്നെ മമ്മൂട്ടിക്കും അയച്ചു കൊടുത്തു, കുറച്ച് അടുപ്പമുള്ളവർക്കും അയച്ചു കൊടുത്തു. അതോടെ എൻ്റെ വാട്സാപ്പ് ബ്ലോക്കായി. എടാ, മഞ്ജുവിനോട് നിനക്ക് പ്രേമമുണ്ടെന്ന്, അല്ലെങ്കിൽ മഞ്ജു നിനക്ക് ശബ്ദം മാറ്റി അയച്ച ഓഡിയോ മധു വാര്യർക്ക് അയച്ചു കൊടുത്ത് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ സഹോദരി എനിക്ക് അയച്ചതാണെന്ന് പറയും. ഈ മമ്മൂട്ടിക്ക് അയച്ചു കൊടുക്കണതിന് അങ്ങേർക്ക് ഇതിലെന്ത് കാര്യം? സത്യത്തിൽ പരിഹാസ്യനാവുന്ന ഒരു ആണെന്ന് പറയാൻ പറ്റാത്ത, താടി മുടിയൊക്കെ വളർത്തിയിട്ടുള്ളതുകൊണ്ട് ആണെന്ന് പറയുന്നതല്ലാതെ ഇതുപോലെ പരിഹാസ്യനായ ഒരു പൊട്ടനെ ഞാൻ കണ്ടിട്ടില്ല. യു വെയിറ്റ്. എല്ലാ സർക്കാരും ഒരുപോലെയാണ്, അന്വേഷിക്കുന്നില്ല. ഒന്നിച്ചിരുത്തി സംസാരിപ്പിക്കണം ഞങ്ങളെ. അത് രമേശ് ചെന്നിത്തല എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണം. കാരണം കോൺഗ്രസ്സുകാരനാണ് അയാൾ. പിണറായിയെ വിളിച്ചോണ്ടിരുന്ന പോലെ ഇനിയിപ്പോൾ നിങ്ങൾ തെറി വിളിക്കാൻ സാധ്യതയുണ്ട്. എന്ത് ചെയ്യാൻ പറ്റില്ലേ? ഒരു കഥ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കേ. കഷ്ടകാലം വന്നവൻ തല മൊട്ടയടിച്ചാൽ അന്ന് കല്ലുമഴ പെയ്യുമെന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. സിനിമാക്കാരനായ മേജർ രവി സിനിമയും സിനിമകൾക്കും ദോഷം വരുന്ന തരത്തിൽ രാഷ്ട്രീയം കളിക്കുന്നതിലെ സത്യത്തിൽ എനിക്ക് എതിർപ്പുള്ളൂ. വേറെ അയാൾ ഇഷ്ടമുള്ള പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിലൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല. സിനിമയ്ക്കും സിനിമാക്കാർക്കും ദോഷം വരുന്ന എന്തെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ പ്രതികരിക്കും. മേജർ രവിയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് മേജർ രവിയുടെ ശത്രുതയൊന്നുമില്ല. സിനിമയ്ക്ക് ദോഷം വരുന്ന ഒന്നും എനിക്ക് സഹിക്കാനാവില്ല. അതാര് പറഞ്ഞാലും ഞാൻ എതിർക്കും. റിലീസാകാൻ ദിവസങ്ങളുള്ളപ്പോൾ തുടക്കം എന്ന സിനിമയിലെ നായികയായ വിസ്മയയെ തൻ്റെ അന്നദാതാക്കളായ രാഷ്ട്രീയക്കാരുടെ പ്രീതി പിടിച്ചു പറ്റാനായി മാത്രം അവഹേളിക്കാനായി ഒരിക്കലും മേജർ ഇറങ്ങാൻ പാടില്ലായിരുന്നു.
എമ്പുരാൻ്റെ തിരക്കഥ മോഹൻലാൽ വായിച്ചിട്ടില്ല എന്ന പുളു അടിച്ചതുപോലെ വിസ്മയ കാര്യമറിയാതെ പറയുന്നതാണ് ഇതൊക്കെ എന്ന് വച്ച് കാച്ചി. വഴിയിലൊരു നായയെ കണ്ടാൽ വിസ്മയ കരയുമായിരുന്നത്രേ. എനിക്ക് എന്താ പറയാം മേജറേ, നിങ്ങളെപ്പോലെ എന്നെപ്പോലെ കത്തിപ്പിടി സ്ലേറ്റും പിടിച്ച് ബട്ടണില്ലാത്ത നിക്കറിൽ പൊച്ചക്കയറ് കൊണ്ട് കെട്ടി ഉടുപ്പിൻ്റെ ബട്ടണുകൾ അവിടെയും ഇവിടെയൊന്നും ഇല്ലാത്തത് മാറ്റി മറിച്ചൊക്കെ ഇട്ട് സ്കൂളിൽ പോയിരുന്ന കുട്ടിയല്ല വിസ്മയ. സ്വർണ്ണ കരണ്ടിയും കൊണ്ട് ജനിച്ച പിള്ളേരാണ് വിസ്മയയും പ്രണവും. വഴിയെ കാണുന്ന പട്ടിയെ എറിഞ്ഞ് കണ്ടവൻ്റെ വീട്ടിൽ നിൽക്കുന്ന മാങ്ങയും എറിഞ്ഞ് നടക്കാൻ ഇവർക്കൊന്നും അവസരം കിട്ടില്ല. വിസ്മയയും പ്രണവും ഒക്കെ വീട്ടുനടയിൽ വന്ന് നിൽക്കുന്ന സ്കൂൾ ബസ്സിലോ വീട്ടിലെ കുറേ കാറുകളുള്ളതിൽ ഏതെങ്കിലും ഒന്നിലോ കയറിയാവും സ്കൂളിൽ പോയിട്ടുണ്ടാവുക. ഞാനാണ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതെന്ന് കാണിക്കാൻ വച്ചലക്കുന്ന ബെഡായിയാണ് മായ. പട്ടികളെ കണ്ടാൽ കരയും, പ്രണവ് നിക്കറിൽ മുള്ളും എന്നൊക്കെ വച്ച് താങ്ങുന്നത്. അതെങ്ങനെ വേണമെങ്കിലും പോട്ടെ. പറയാമെന്നത് ഒരു സാമുവൽ അച്ഛനുണ്ട്. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. മാത്യു സാമുവൽ എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തനുണ്ട്. അറിയാമായിരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. തെഹൽക്കയിലോ ഒക്കെ പണിയെടുത്തിരുന്ന പത്രക്കാരനാണ്. സംസാരിക്കുമ്പോൾ ചാർജ് പോയ ബാറ്ററി ഇട്ട് കാസറ്റ് പ്ലെയറിൽ പാട്ട് കേൾക്കും പോലെ തോന്നും. എങ്കിലും രസകരമാണ് അച്ചായൻ്റെ ശൈലി. ഇടയ്ക്ക് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കായി കൊള്ളൂത്ത് നടത്തുന്നതിനിടയിൽ പഹൽഗ്രാം ആക്രമണ സമയത്ത് എന്തോ വശപിശകായി പറഞ്ഞ് വെട്ടിലായെങ്കിലും മാത്യു അച്ചായൻ പുലിയാണ് എന്ന് വീണ്ടും തെളിയിച്ചു. അദ്ദേഹം മേജർ സ്ക്രിപ്റ്റ് അടിച്ചു മാറ്റിയ റെജി മാത്യുവിനെയും കൂട്ടി മേജർ സ്ക്രിപ്റ്റ് പണിതു എന്നല്ല, തൊലിയുരിച്ച് മുളകും പുരട്ടി വിട്ടു. ഇവൻ തരികിടയല്ല, മുഴുത്ത കള്ളനാണെന്നാണ് മാത്യു സാമുവൽ പറയുന്നത്. മലയാളിയെ ഊളയാക്കിയ മിടുക്കനാണ് എന്നാണ് അച്ചായൻ്റെ പക്ഷം. നേരെ ചൊവ്വേ എഴുതാൻ അറിയാത്തവനാണ് ഇവനെന്നും കഥ മോഷ്ടിക്കലാണ് പ്രധാന പണിയെന്നും മാത്യു സാമുവൽ അച്ചായൻ പറയുന്നു. ഇവനാണ് ശിവരസനെ പിടിച്ചതെന്ന് നാഴിക്ക് 100 വട്ടം പറയുന്നു. ബാംഗ്ലൂരിൽ പച്ചക്കള്ളമാണ് ഇവൻ പറയുന്നത്. അന്നിവൻ വെറും ക്യാപ്റ്റനാണെന്നും NSG 60 പേരുള്ള യൂണിറ്റിനെയാണ് ശിവരസനെ പിടിക്കാൻ വിട്ടതെന്നും ഈ ഓപ്പറേഷൻ ഡിസൈൻ ചെയ്തത് SIT ഹെഡായിരുന്ന കാർത്തികേയനും മലയാളിയായ രാധാ വിനോദ് രാജു എന്ന ആളിനുമായിരുന്നു ചുമതലയെന്നും അതാണ് ഗവൺമെൻറ് കൊടുത്ത ചാർജെന്നും അതിനകത്ത് ഈ ഊള ക്യാപ്റ്റന് എന്ത് പ്രാധാന്യമാണ് ഉള്ളതെന്നും സാമുവൽ അച്ചായൻ ചോദിക്കുന്നു. ഓപ്പറേഷൻ തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുൻപ് തന്നെ ശിവരസനും സംഘവും ആത്മഹത്യ ചെയ്തിരുന്നു. സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്തിരുന്നു. മലയാളിയായ കൊല്ലപ്പെട്ട സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഈ ഗ്രൂപ്പിലുണ്ടായിരുന്നു. ഇവൻ ഭൂലോക കഞ്ഞിയാണ്. പേടിത്തൂറി ആര്? മേജർ. ഞാൻ ആരുടെയും സ്റ്റോറി എടുത്തിട്ട് അത് എൻ്റെ പേരിൽ അടിച്ചു വന്നിട്ടേയില്ല. എടാ കഞ്ഞി തെണ്ടി, നീ കാണിച്ചതുപോലുള്ള ചെറ്റത്തരം ഞാൻ കാണിച്ചിട്ടില്ലടാ. ഒരു തരത്തിലുള്ള മാന്യരും കാണിക്കാത്ത പണിയാണ് യവന് ഉള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡെന്നിസ് ജോസഫിൻ്റെ കഥ അടിച്ചു മാറ്റി. 15 സിനിമകൾക്ക് തിരക്കഥ എഴുതിയ റെജി മാത്യുവിൻ്റെ കഥ അടിച്ചു മാറ്റി. മോഹൻലാലിനെയും ദുൽഖറിനെയും ഞാൻ വിമർശിച്ചാൽ യവനങ്ങ് ഇറങ്ങുകയാണ്. എടാ, ഇന്ത്യയിലെ ഒരു കോർട്ട് പറയുകയാണ്, ഇനി ഈ പറയുന്നത് നിൻ്റെ കഥയല്ല, 30 ലക്ഷം കൊറ എന്ന്. മോഷ്ടിച്ചതാണ് എന്ന് കോടതി പറഞ്ഞാൽ നീ കള്ളനാണ്, മോഷ്ടാവാണ്. ഹാജി മസ്താനെ ബോംബെയിൽ വെച്ച് യവൻ അടിച്ചിട്ടുണ്ടത്രേ. ദാവൂദ് ഇബ്രാഹിമിനെ പിടിക്കാൻ പാകിസ്ഥാനിൽ പോയിട്ട് ഞാനും റിട്ടയറായ ഒരു 5-6 പേരും കൂടെ പാകിസ്ഥാനിൽ ചെന്ന് ദാവൂദ് ഇബ്രാഹിമിനെ പിടിച്ചോണ്ട് വരാം എന്ന് പറയുന്ന പൊട്ടനാണ് അവൻ എന്നാണ് സാമുവൽ അച്ചായൻ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ വിശ്വസിക്കുന്ന ചില ഊള മലയാളികൾ വിശ്വസിക്കും. പൊക്കിക്കൊണ്ട് നടക്കുന്നത് ഇതുപോലുള്ള ഊളകളാണ്. ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനെ പുതുപ്പള്ളിയിലെ വീട്ടിൽ വിട്ട്
സോഷ്യൽ സബ്ജക്റ്റ് ചോദിച്ച് വാങ്ങിയ ശേഷം അങ്ങനെ ഒരു തിരക്കഥ ഞാൻ കണ്ടിട്ടില്ല, റെജിയെ എനിക്കറിയില്ല എന്നൊക്കെ കോടതിയിൽ പറഞ്ഞ് തോറ്റ കഥയൊക്കെ റെജി മാത്യു പറയുന്നത് കേൾക്കേണ്ടത് തന്നെയാണ് എന്ന് ഞാൻ പറയും. കോയമ്പത്തൂരിൽ നിന്നും തമിഴന്മാരെ ഇറക്കി, കഥ മോഷ്ടിച്ചതോ പോട്ടെ, കോയമ്പത്തൂരിൽ നിന്ന് തമിഴന്മാരെ ഇറക്കി, ചട്ടമ്പി ഗുണ്ടകളെ ഇറക്കി, നിൻ്റെ കഥ ഞാൻ തീർക്കുമെന്ന് റെജി മാത്യുവിനെ ഭീഷണിപ്പെടുത്തി എന്ന് റെജി മാത്യു തന്നെ പറയുന്നു. എന്തായാലും തെഹൽക്കയിലുണ്ടായിരുന്ന ആ സ്പാർക്ക് സാമുവൽ മാത്യുവിനുണ്ട് എന്ന്, മാത്യു സാമുവലിനുണ്ട് എന്ന് അദ്ദേഹം തെളിയിച്ചു. കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരു കോമഡി പടം കാണുമ്പോൾ, പ്രിയദർശൻ്റെ പടം കാണുമ്പോൾ പൊട്ടി ചിരിച്ചു. കൊട്രാ പൊട്ടാ, എൻ്റെ പേര് കേസ് കൊട്രാ, കോടതി കള്ളാന്ന് വിളിച്ച മേലടാ നീ എന്നൊക്കെ പറഞ്ഞു. അയ്യോ, മേജറെ കൊന്ന് കൊല വിളിക്കുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സാക്ഷാൽ മേജർ രവി എന്ന് പറഞ്ഞ ഒരു വലിയ തരികേട്. അവനെ കള്ളൻ എന്ന് തന്നെ ഞാൻ വിളിക്കും. ഈ ഒരു പ്രാവശ്യമല്ല, പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് ഇവൻ പറയുന്നത് മുഴുവനും കള്ളത്തിനും കപടതയും മാത്രമാണ്. പക്ഷെ മലയാളികളെ ഊളയാക്കാൻ ഇവൻ ഭയങ്കര മിടുക്കനാണ്. കാരണം പേരിന് മുമ്പിലൊരു പട്ടാളത്തിലെ മേജറായിട്ട് റിട്ടയർ ചെയ്തു. എന്തും വിളിച്ചു പറയും. പ്രിയദർശന്റെ അസോസിയേറ്റ് ആയിരുന്നു പട്ടാളത്തിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം. അതിനുശേഷം മലയാള സിനിമയിലെ കഥയടിച്ച് മാറ്റി മോഷണം ഇവന് ശരിക്കും നേരെ ചൊവ്വയൊന്നും അറിയത്തില്ല. പല ആൾക്കാർ ഇവനെപ്പറ്റി അറിയാവുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ റെജി മാത്യുവിൻ്റെ ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കഴിഞ്ഞിട്ട് ആ ഇൻ്റർവ്യൂ നിങ്ങൾക്ക് കാണാം. ഒരു കാര്യം പറയും, ഇവനാണ് ശിവരസിനെ പിടിച്ചു എന്ന് പറയുന്നത്, അതായത് ബാംഗ്ലൂർ വെച്ച്. പച്ച കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് ഇവൻ പറയും ക്യാപ്റ്റനാ. 60 പേരുടെ യൂണിറ്റാണ് ഡൽഹി NSG, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ്, ബ്ലാക്ക് കാറ്റ് കമാൻഡോ അവിടെ പോയത്. ഈ ഓപ്പറേഷൻ മുഴുവനും ഡിസൈൻ ചെയ്തത് കാർത്തികേയൻ SIT ഹെഡായിരുന്നു. അതേപോലെ തന്നെ മലയാളിയായ രാധാ വിനോദ് രാജു, അദ്ദേഹം JNK കേഡർ ഓഫീസറായിരുന്നു. ഇവർക്കാണ് ഇതിന്റെ ചാർജ് കൊടുത്തത് ഗവൺമെന്റ്. ഈ സംഭവങ്ങൾ ഇവരെ മുഴുവനും ഈ കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും ഈ ആൾക്കാരാണ് ഉത്തരവാദി, അവരെ പിടിക്കാനും വേണ്ടി. പിന്നെ ഇന്ത്യൻ ഇന്റലിജൻസിന്റെ അപ്പാരറ്റസ്, അത് വലിയൊരു സംഭവമായിട്ടാണ് ഈ സംഭവം. ഈ രാജീവ് ഗാന്ധി, ഇന്ത്യൻ മുൻ പ്രധാനമന്ത്രിയുടെ അസാസിനേഷനാണ്. അതിനകത്ത് ഈ ഊള ഒരു ക്യാപ്റ്റൻ, അവൻ ഇന്ത്യത്ത് എന്ത് പ്രാധാന്യമുള്ളത്? അതുവരെ ആൾക്കാർ വിശ്വസിച്ചിട്ടുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കണം, അവിടെ അണ്ടർ കവർ ഓപ്പറേഷൻ, അവിടെ ഓപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, ഏകദേശം 10 മിനിറ്റ് മുമ്പ് തന്നെ ഈ പറയുന്ന ശിവരശനും കൂട്ടരെല്ലാം ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു. പിന്നീട് ഇവൻ പറയുന്ന കേണൽ ദത്ത, അയാളാണ് ആ ഓപ്പറേഷൻ ഹെഡ് എന്ന് പറയുന്നത്. അദ്ദേഹം പിന്നെ DG ആയിരുന്നു NSGയുടെ, സ്പെഷ്യൽ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ. പക്ഷെ മലയാളിയായ സന്ദീപ് ഉണ്ണികൃഷ്ണൻ, അതായത് ബോംബെയിൽ, അത് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, താജി വെച്ചുള്ള ആ ഹോട്ടലിലെ സംഭവങ്ങളൊക്കെ. സന്ദീപ് ഉണ്ണികൃഷ്ണൻ മിടുക്കനായിരുന്നു, നല്ല അക്യുറേറ്റ് കമാൻഡോ ആയിരുന്നു. അദ്ദേഹം ക്യാപ്റ്റനായിരുന്നു, ബാംഗ്ലൂർ സ്വദേശിയായിരുന്നു. മലയാളിയാണ്, ബാംഗ്ലൂർ സ്വദേശിയായിരുന്നു. ഇവൻ ചുമ്മാത് കഞ്ഞി, ഇവൻ ഭൂലോക പേടിച്ചു തൂറിയായിരുന്ന പറയുന്നത്. പക്ഷെ മലയാളികളുടെ മുമ്പിൽ പറയുന്ന കഥാപാത്രം ഇവന് ഏതൊക്കെയാണെന്ന് ഇവന് എന്തൊക്കെയാണ് പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യമുണ്ട്, ഞാൻ ലൈഫില് ഒരാളുടെ ഇത്രയും, ഞാൻ എഡിറ്ററായിട്ട് ഇത്രയും വർഷം സേവനം നോക്കിയതാണ്, ഇന്നും പലതും നോക്കുന്നുണ്ട്. ഇന്ന് വരെ ആരുടെയും സ്റ്റോറി എടുത്ത് റിപ്പോർട്ട് എടുത്തിട്ട് അത് എൻ്റെ പേരിൽ അടിച്ചു മാറ്റിയിട്ടിട്ടില്ല. മേജർ രവി, എടാ കഞ്ഞി രവി തെണ്ടി, നീ കാണിച്ച പോലെ ചെത്തത്ര ലൈഫിൽ ഞാൻ കാണിച്ചിട്ടില്ല. ഒരുപെട്ട മാന്യന്മാർ കാണിക്കത്തേയില്ല. കാരണം എന്ത്? അത് വേറൊരുത്തിന്റെ പ്രോഡക്റ്റാണ്. ഡെന്നീസ് ജോസഫിന്റെ കഥ അടിച്ചു മാറ്റുന്നു. ഈ പറയുന്ന റെജി മാത്യു, ആൾ 15ഓളം സിനിമ ചെയ്തിട്ടുണ്ട്, അയാളിനെ അടിച്ചു മാറ്റുന്നു. അങ്ങനെ പല ആൾക്കാരുടെ ഇതിന് ഏറ്റവും ഇതിനകത്ത് ദുഃഖം തോന്നുന്നു. എനിക്ക് മോഹൻലാലിനെ പേഴ്സണലായിട്ട് അറിയാം. ഇതൊക്കെ അറിയുന്ന മോഹൻലാൽ വീണ്ടും ഇവനെ ഈ സംഭവങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ പോകുന്നു. അതുപോലെ ഫാൽഗ ഓപ്പറേഷൻ സിന്ദൂർ, അതിന്റെ സിനിമയുണ്ട്. ഇവൻ ഈ കുന്തമൊന്നും അറിയത്തില്ല. ഇവനൊരു ഒരു ഫാന്റസി ഇമാജിനേഷൻ്റെ അകത്ത് കപടതയും കള്ളത്തനും ഒക്കെ പറഞ്ഞ് കഴിയുന്നവന്. ഇവന്റെ സിനിമ ഒരു പുല്ലിനും കൊള്ളത്തില്ല. ഇവന് സിനിമ ആൻഡിയൊന്നും എടുക്കാൻ അറിയത്തൊന്നുമില്ല. ഇവൻ ചുമ്മാ കള്ളത്തരവും കപടതയും ഒക്കെ കാണിച്ച ആൾക്കാരെ, ഈ പറയുന്ന പല ആൾക്കാർക്കും വേണ്ടി PR ചെയ്ത് ജീവിക്കുന്നവനാണ്. ഇവൻ എന്നോട് ഇത്രയും വാശി തോന്നാനുണ്ടായ കാരണം, ഞാൻ ദുൽഖറിനെയും ഈ പറയുന്ന മോഹൻലാലിന്റെ എമ്പുരാൻ
ഇവർക്കെതിരെ വീഡിയോ ചെയ്തപ്പോഴാണ് ഇവർ ഇഷ്ടപ്പെടാതെ വന്നത്. കാരണം ഇവൻ്റെയൊക്കെ നക്കി ജീവിക്കുന്നവനാണ് ഇവൻ. അതായത് ഇന്ത്യയിൽ ഒരു കോർട്ട് ഈ പറയുന്ന മേജർ രവി പണം കൊടുക്കണം 30 ലക്ഷം രൂപ, അത് ഇവന്റെ അല്ല, മേജർ രവിയുടെ അല്ല, ഇവൻ മോഷ്ടിച്ചതാണ് എന്ന് ഇന്ത്യൻ കോർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൂവൻ ട്രാക്കാണ്. ഇവൻ കള്ളനാണ്, ഇവൻ മോഷ്ടാവാണ്. അതിൽ എന്ത് തെളിവാ? കാരണം 2 ഭാഗത്തെയും വാദം കേട്ടിട്ടാണ് കോടതി തീരുമാനിക്കുക. ഇത്രയും വർഷമായ കേസ്. അപ്പൊ അങ്ങനെയുള്ള ഒരുത്ത് പിന്നീട് എന്താ പറഞ്ഞത്, കോവിഡ് സമയത്ത് അതായത് പാകിസ്ഥാനിൽ പോയി ദാവൂദ് ഇബ്രാഹിമിനെയൊക്കെ 15 പേര് റിട്ടയർ ചെയ്ത് NSG എന്നൊക്കെ റിട്ടയർ ചെയ്തവര് ഈ പറയുന്ന ഈ റൈഫിളും തോക്കും എന്ന് പറയുന്ന സ്ഥിരമായിട്ട് ഉപയോഗിച്ചവർക്ക് ഈ കമാൻഡോ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. റിട്ടയർ ചെയ്ത് വീട്ടിൽ ഇരിക്കുന്ന വീണ്ടും ഈ റൈഫിളും പിസ്റ്റളും മറ്റുള്ള സാധനങ്ങളും എക്സർസൈസും ഒക്കെ മാറ്റർ ചെയ്യും. അതായത് പണ്ട് പേലെ ഫുട്ബോൾ കളിച്ച് വേൾഡ് കപ്പ് കിട്ടിയിട്ടുണ്ട് ബ്രസീലിന്. അത് കഴിഞ്ഞ് അയാളെ 65-70 ദിവസം വീണ്ടും കളിക്കുമെന്ന് പറയുമ്പോൾ എങ്ങനെ ഇരിക്കും? അതേപോലെ പൊട്ടനും വിഡ്ഢിയവൻ അവിടെ പോയിട്ട് പിടിച്ചുകൊണ്ട് വരും. അതേപോലെ തന്നെ ഹാജി മസ്താനെ അടിച്ചിട്ട് ബോംബെ വെച്ച് പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഇതൊക്കെ വിശ്വസിക്കുന്ന മലയാളികളുണ്ട്. ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നവര്. അവർക്കും കൂടെ വേണ്ടി പറയുവാൻ ഇവൻ്റെ ഒരു പക്കാ വർഗീയവാദിയാണ്, പരമനാറി പരമചറ്റയുമാണ്. ഇത് പബ്ലിക്കായിട്ടല്ലേ പറയുന്നേ? കാരണം ഒരു മോഷ്ടാവിനെ പിന്നെ ഏത് രീതിയിൽ പറയണം? അവൻ കള്ളൻ തന്നെയാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ മേജറെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മാത്യു സാമുവലിൻ്റെ ഈ എപ്പിസോഡ്. കാണാത്തവർ തപ്പിപ്പിടിച്ച് കണ്ടോളൂ. അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, എനിക്കാരും അയച്ചു തന്നാണ്. എനിക്കിങ്ങനെ ഇഷ്ടംപോലെ വരികയാണല്ലോ, അങ്ങനെ ഞാൻ കണ്ടതാണ്. എന്തായാലും മേജറെ കൊല വിളിച്ചു അദ്ദേഹം. ഒരക്ഷരം മേജർക്ക് മിണ്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ഉറപ്പ്. കാരണം കോടതിയെ കള്ളാന്ന് വിളിച്ച് 30 ലക്ഷം തിരിച്ചു കൊടുറാ, അതിൻ്റെ പടത്തിൻ്റെ പേരിലെ ടൈറ്റിൽ അയാളെ പേര് വയ്ക്കടാ, റജി മാത്യുവിൻ്റെ പേര് വയ്ക്കണമെന്നൊരു പരമോന്നത കോടതി പറഞ്ഞെങ്കിൽ അവിടെ തീർന്നില്ലേ കാര്യങ്ങൾ? ഈ ആഴ്ചത്തെ വാരഫലം ഇവിടെ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.